നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വലിയ ഇന്റർവ്യൂ കണ്ടു. രണ്ട് മാന്യ വ്യക്തികളുടേതാണ്. ഒന്ന് ലോകത്താകമാനമുള്ള കൃഷ്ണ ഭക്തരെ, അതല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ ഭക്തരെ പറ്റിച്ചുകൊണ്ട് അത് അന്നം ഭുജിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ട് നൂറുകണക്കിന് ഫോട്ടോകൾ ഞാൻ വരച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് ഫോട്ടോ കോപ്പി എടുക്കുന്നതാണ് എന്ന് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഞാൻ കണ്ടിട്ടില്ല, അതല്ലെങ്കിൽ ഒട്ടേറെ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടില്ല അവർ ഈ ചിത്രം നമ്മൾ കൊടുക്കുന്ന ഒരു പ്ലെയിൻ പേപ്പറിൽ വരയ്ക്കുന്നത്. എന്തായാലും അതാണ് മാറ്റിക്കാം. പിന്നെ നമ്മളെല്ലാവരും ബഹുമാനത്തോടെ ആരാധനയോടെ നോക്കിക്കാണുന്ന ഞമ്മന്റെ തോക്ക് ഷാമിയാണ്. തോക്ക് ഷാമി, ഈ തോക്ക് ഷാമിന്റെ കൂടെയാണ് ഞമ്മന്റെ രാധാമണി താത്ത കഴിഞ്ഞ ദിവസം ഏതോ ഒരു ന്യൂസ് 18 ചാനലിലോ ഏതിലോ ഒരു ഇന്റർവ്യൂ കൊടുത്തത്. ഞാനത് കണ്ടു കൃത്യമായിട്ടും. നോക്കൂ, ഇപ്പോഴാണ് ചിത്രം വ്യക്തമായത്. കാരണം ആരാണ് ഇതിന് പിറകിൽ എന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെയാണ്, ഈ കറുത്ത കരങ്ങൾ അതല്ലെങ്കിൽ ഈ കറുത്ത കോട്ടുകാരനൊക്കെയാണ് ഇവരുടെ പിറകിൽ എന്നുള്ളത് കൃത്യമായിട്ടും. ഞാൻ ഇതിന്റെ മറുപടി ആയിട്ട് കൊടുക്കണമെന്നൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിന് മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടും വിദ്യാസമ്പന്നരായിട്ടുള്ള, അതല്ലെങ്കിൽ കൃത്യമായിട്ടുമുള്ള നമ്മുടെ ഓരോ അഭിമാനികളായിട്ടുള്ള വിശ്വാസികൾ, എന്റെ സുഹൃത്ത് വലയത്തിലുള്ള ആളുകൾ, നൂറുകണക്കിന് ആളുകളാണ് എന്നെ ബന്ധപ്പെട്ടത് കഴിഞ്ഞ ദിവസം മുതൽ. അത് വാട്സപ്പിലും നേരിട്ടും അല്ലാതെ ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള അവരുടെ ഉപദേശം, അതല്ലെങ്കിൽ അവരുടെ ഒരു നിർദ്ദേശം കൂടി കണക്കിലെടുത്താണ് ഈ തട്ടിപ്പുകാരെ, ഈ കോക്കസിനെ കൃത്യമായിട്ടും കാണിക്കേണ്ടതുണ്ട് നമ്മൾ. അത് തട്ടിപ്പുകാരൻ ഞാൻ പറയാൻ കാരണം എന്തെന്നറിയാമോ? ഇവരുടെ ഇന്റർവ്യൂവിൽ തന്നെ ഉണ്ട് എന്താണ് ഇതിലെ തട്ടിപ്പ് എന്നുള്ളത്. ഇപ്പോൾ മിനിയാന്ന് 16-ാം തീയതിയാണ് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ വലിയ മാന്യനാണ് എന്ന മുഖം മൂടി അണിഞ്ഞു നടക്കുന്ന ഒരു കോടീശ്വരന്റെ ഒരു ഓഡിയോയുടെ ഹലോ ഹലോ എന്ന് പറയുന്ന 2 ഭാഗം മാത്രമേ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളൂ. നിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു അതിന്റെ പൂർണ്ണ ഭാഗം കാണിക്കാമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞാൻ കാണിച്ചില്ല. കാരണം 2 വ്യക്തികൾ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണമാണ്. ആ സ്വകാര്യ സംഭാഷണം നമ്മൾ മറ്റൊരാളെ കേൾപ്പിക്കുക എന്നത് ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. പക്ഷെ ഈ സ്ത്രീ ഇത് റെക്കോർഡ് ചെയ്ത് പുറത്തു വിട്ടു, അതല്ലെങ്കിൽ അവരുടെ മൊബൈലിൽ നിന്ന് എങ്ങനെയാണ് ലീക്ക് ആയത്, എന്തിനാണ് ഇവർ ഇതൊക്കെ റെക്കോർഡ് ചെയ്തത് എന്ന് ഉത്തരം പറയേണ്ടത് ഈ സ്ത്രീ തന്നെയാണ്. അത് ചോദിക്കേണ്ടത് ആ മറുവശത്തുണ്ടായിരുന്ന ആ കിളവൻ തന്നെയാണ്. ആ കിളവനെ ഞാൻ ഇപ്പോഴും കഴിഞ്ഞ ദിവസം വിളിച്ച ആ ഭാഷയിൽ ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല. കാരണം അയാൾക്ക് 2 ഭാര്യമാരുണ്ടെന്നും 4 കുട്ടികളുണ്ടെന്നും നമ്മുടെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഹോട്ടലായിട്ടും അതല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലുകളായിട്ടും ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ വലിയ വലിയ സിനിമകളൊക്കെ പിടിക്കുന്നുണ്ട്. പിന്നെ സിനിമാ മേഖലയിലുള്ള എല്ലാവരും മോശക്കാരാണ് എന്നൊരു അഭിപ്രായം ഒന്നും എനിക്കില്ല. പക്ഷെ ഇന്ന് എന്നെ ഉണർത്തിയത് പോലും ഒരു അന്യ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് എന്നെ വിളിച്ചുകൊണ്ടാണ് രാവിലെ ഞാൻ ഉണർന്നത്. ഞാൻ തൃശ്ശൂര് നമ്മുടെ മറ്റൊരു ചാനലിന്റെ വർക്കുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ വന്നതാണ്. ആ സമയത്ത് കുറച്ച് എണീക്കാൻ കുറച്ച് വൈകി. ആ സമയത്ത് എന്നെ വിളിച്ചെണീപ്പിച്ചത് ഒരു സുഹൃത്ത് വക്കീലാണ്, അന്യ സംസ്ഥാനത്താണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ തന്നെ കോഴമയിർ കൊണ്ടുപോയി ഞമ്മന്റെ ഈ തോക്ക് ചാമി എന്ന് പറയേണ്ടതുണ്ട്. ഈ തോക്ക് ചാമി 16-ാം തീയതി നമ്മൾ ഈ തട്ടിപ്പുകാരി ഈ ഹണി ട്രാപ്പിൽ പെടുത്താൻ, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഫോൺ കോൾ റെക്കോർഡ് ചെയ്തത് എന്ന് ചോദിക്കേണ്ടതും അതിന് ഉത്തരം തരേണ്ടതും ആ സ്ത്രീയും പിന്നെ ആ സ്ത്രീയുടെ കൂടെയുള്ള ആളുകളുമാണ്. അത്തരത്തിൽ ഈ തോക്ക് സ്വാമി ഈ വീഡിയോ ഇറങ്ങിയ ഉടനെ തന്നെ എന്നെ വിളിക്കുന്നത് അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാട്ടോ. അയാള് എന്നെ വിളിക്കുന്നത് ഇതാ കാണുന്നുണ്ട്. 16-ാം തീയതിയാണ് മിനിയാന്ത്. അതില് 1:55 ഉച്ചയ്ക്കാണ് അയാൾ എന്നെ വിളിക്കുന്നത്. 1 മിനിറ്റും 15 സെക്കൻഡും മാത്രമാണ് ഈ ചങ്ങാതി ഞമ്മന്റെ ചാമി ഭദ്രാനന്ദ, ഇവനെ സ്വാമി എന്ന് ഇനി മേലാൽ വിളിക്കരുത് എന്ന് എന്റെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇവനെ ചാമി എന്നുള്ളത് വിളിക്കുന്നത്. ഈ ചാമി കൃത്യമായിട്ട് എന്നെ വിളിച്ചിട്ട് ബൈജു ഒന്ന് അർജന്റുമായിട്ട് കാണണല്ലോ. ഞാൻ പറഞ്ഞു അർജന്റായിട്ട് അർജന്റായിട്ട് ഒന്ന് കോഴിക്കോട് വരണല്ലോ. അർജന്റായിട്ട് കോഴിക്കോട് എനിക്ക് അർജന്റ് ഇല്ല. കാരണം എനിക്ക് അങ്ങനെ കോഴിക്കോട് അർജന്റായിട്ട് വരേണ്ട ആവശ്യമില്ല. അപ്പോഴാണെങ്കിൽ ഞാൻ ഇരിക്കുന്നത് കണ്ണൂരാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ണൂരാണ്, വേറെ ആവശ്യത്തിന് വന്നതാണ്. അപ്പൊ പറഞ്ഞു അല്ല അർജന്റായിട്ട് കോഴിക്കോട് വരണം. ഞാൻ പറഞ്ഞു എനിക്കിപ്പോ വരാൻ പറ്റില്ല, അർജന്റ് എനിക്ക് ഇല്ലതാനും. അങ്ങനെ ഇയാൾ പറയുന്നു എന്തിനാണ് നമ്മുടെ ഇന്നോള് ഈ പേരൊക്കെ പറയുന്നുണ്ട്. ഈ പേര് ഞാൻ പറയുന്നില്ല, ഇവരൊക്കെ പേര് പറയുന്നുണ്ട് ഏതാണ് ആ പ്രമുഖൻ എന്നുള്ളത്. പക്ഷെ ഞാൻ പേര് ഇതുവരെ പറഞ്ഞിട്ടുമില്ല, ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവര് പറയുന്നത് നിങ്ങളെ കേൾപ്പിക്കാം, അത് എന്റെ കുറ്റല്ല, അത് അവരുടെ
കുറ്റമാണ്. അത്തരത്തിൽ എൻ്റെ അടുത്ത് ഈ പ്രമുഖന്റെ പേര് പറഞ്ഞിട്ട് ആ പ്രമുഖന്റെ ഓഡിയോ അത് ഇത്, ഞാനപ്പോ ഈ ചങ്ങാതിയോട് ചോദിച്ചു, ഈ ആസാമിയോട് ചോദിച്ചോ, ഇവനെ ആസാമി എന്ന് വിളിക്കാൻ കാരണം എന്താണെന്നറിയാമോ? ഇത് രാമായണ മാസമാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പച്ചത്തെറി വിളിച്ചുകൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ തിരഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനാവും ആരാണ് ഈ തോക്ക് സ്വാമി, എന്താണ് ഇവന്റെയൊക്കെ ഉള്ളിലുള്ള ഹിന്ദുത്വം, എന്താണ് ഇവൻ അണിഞ്ഞു നടക്കുന്ന കാവി. ചില നേരത്ത് കാവി കാണാം, ചില നേരത്ത് വെള്ള കാണാം, ചില നേരത്ത് കറുപ്പ് കാണാം, ഇനി നീല ഉണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ. അത് ഈ ചങ്ങാതിയുടെ ഫോൺ കോൾ പുറത്തു വന്ന പോലെ വല്ലതിനി പുറത്തു വരാനുണ്ടോ എന്നറിയില്ല. എന്തായാലും ഈ ചങ്ങാതി എന്നെ വിളിക്കുന്നു, എന്നിട്ട് ആ വീഡിയോ റിമൂവ് ചെയ്യലാണ് ഇയാളുടെ ആവശ്യം എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ഓഡിയോ കേട്ടിരുന്നോ? ഏത് ഓഡിയോ? ഈ സ്ത്രീ റെക്കോർഡ് ചെയ്ത ഓഡിയോ നിങ്ങൾ കേട്ടിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറയുകയാണ്, ആ കേട്ടു, എനിക്കതിൽ തെറ്റൊന്നും തോന്നിയില്ല. നോക്കൂ, ആലോചിച്ച് നോക്കൂ, ഈ സ്ത്രീയെ ഈ ചങ്ങാതി കിളവൻ വിളിക്കുകയാണ്. ഇതിന്റെ ഉള്ളടക്കം ഞാൻ പറഞ്ഞു തരാം, കാരണം ഓഡിയോ നമ്മൾക്ക് പുറത്തു വിടുന്നത് ലീഗലി തടസ്സമുള്ളത് കൊണ്ടാണ് ഓഡിയോ ഞാൻ ഇവിടെ പുറത്തു വിടാത്തത്. അത്തരത്തിൽ ഈ സ്ത്രീയെ ഈ കിളവൻ വിളിക്കുന്നു, ഈ പണക്കാരനായിട്ടുള്ള ബിസിനസ് മാഗ്നറ്റ്, വലിയ എന്തോ സംഭവമാണല്ലോ, അയാൾ വിളിക്കുന്നു. അയാൾ വിളിക്കുന്ന സമയത്ത് ഒരുപാട് റിങ് അടിച്ചിട്ടാണ് ഈ സ്ത്രീ ഫോൺ എടുക്കുന്നത്. അപ്പൊ എടുത്ത ഉടനെ ഈ കിളവൻ ചോദിക്കുകയാണ്, എന്താ ഫോൺ എടുക്കാൻ വൈകിയത്? അപ്പൊ ഈ സ്ത്രീ പറയാണ്, ഏട്ടാ ഞാൻ കുളിക്കായിരുന്നു ഏട്ടാ. അപ്പൊ ഈ ഏട്ടൻ എന്ന് പറയുന്ന ഈ കിളവനുണ്ടല്ലോ, ഈ കിളവൻ പറയാ, ആ കുളിക്കായിരുന്നോ കൊച്ചു കേളി, ഇതൊക്കെ ഒന്ന് നേരിട്ട് കാണണ്ടേ എന്ന രീതിയിൽ ഈ കിളവൻ ചോദിക്കുകയാണ് തിരിച്ച്. ഇയാൾ സമൂഹത്തിൽ നടക്കുന്ന മുഖംമൂടി അണിഞ്ഞ ഏത് മുഖംമൂടിയാണെന്ന് അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. ഇയാളുടെ ഈ ഇക്കിളി സംഭാഷണം ഇയാളുടെ വായിൽ നിന്ന് വരാൻ പാടുണ്ട്. പിന്നെ മനുഷ്യന്മാരല്ലേ പുള്ളേ, ഇങ്ങനെ വികാരങ്ങളും ഇതൊക്കെ ഉണ്ടാവില്ലേ പുള്ളേ എന്നതും ഒരു ചോദ്യമാണ്. അത്തരത്തിൽ അങ്ങനെ സംസാരിക്കുന്നു. പിന്നീട് ഇവർ സിനിമയുടെ സംഭാഷണം വരുന്നു. സിനിമയിൽ അഭിനയിച്ചൂടെ എന്ന് ഈ കിളവൻ ഈ സ്ത്രീയോട് ചോദിക്കുന്നു. അപ്പൊ ഈ സ്ത്രീ പറയാണ്, ഓ അതിന് എന്നെ കാണാൻ അതിന് മാത്രം ക്യാമറ ഉണ്ടോ എന്ന് ഈ സ്ത്രീ ചോദിക്കുന്നു. അപ്പോൾ ഈ സ്ത്രീയോട് തിരിച്ച് മറ്റയാള് കമ്പം കയറി വരിക. അപ്പോൾ ഈ സ്ത്രീ ഉദ്ദേശിച്ചതും അതൊക്കെ തന്നെയാണ്. ഇത്തരത്തിൽ ഇയാളെ കൊണ്ട് ഇങ്ങനെ സംഭാഷണം നടത്തിക്കുക, എന്നിട്ട് അയാളുടെ ആ ഓഡിയോ റെക്കോർഡ് ചെയ്ത് ആവശ്യമെങ്കിൽ അവർക്ക് ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇവരുടെ ഇന്റർവ്യൂവിലേക്ക് വരാം. ആ ഇന്റർവ്യൂയുടെ ചില ഭാഗങ്ങൾ കേട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ തെളിയിക്കപ്പെടേണ്ടതുണ്ട്. കാരണം പച്ച നുണ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഈ സ്ത്രീ കഴിഞ്ഞ ദിവസം. ആ പച്ച നുണകൾ ഏതൊക്കെയെന്ന് നമ്മൾ ഓരോന്ന് പരിശോധിക്കേണ്ടത് തന്നെയുണ്ട്. അതുകൊണ്ട് ഇവരുടെ ആ ഓഡിയോ നമുക്ക് കുറേശ്ശെ കേട്ടിട്ട് അതിന് നമുക്ക് മറുപടി പറയാം. നോക്കാം. സോഷ്യൽ മീഡിയ മുഴുവനും ഞാൻ ഹണി ട്രാപ്പുകാരിയാണെന്ന് പറഞ്ഞിട്ട് വ്യാജ പ്രചരണം ഇറക്കിയിട്ടുണ്ട്. ഞാൻ ഇന്നേ വരെ ആരെയും ഹണി ട്രാപ്പ് കൊടുക്കാനോ ഒന്നിനും പോയിട്ടില്ല. ഞാനൊരു കേസ് കൊടുത്തതിന്റെ കോടതിയുടെ പകർപ്പ് വെച്ചിട്ടാണ് അത്. ഹണി ട്രാപ്പിൽ കൊടുക്കാൻ പോയിട്ടില്ല എന്ന് ഈ സ്ത്രീ പറയുന്നു. എന്നാൽ ഈ സ്ത്രീ തന്നെയാണ് തെളിയിക്കേണ്ടത്. എന്തിനാണ് ഈ ബിസിനസ്, ഈ വ്യവസായ പ്രമുഖന്റെ ഓഡിയോ അവരുടെ മൊബൈലിൽ അവരുടെ സ്വകാര്യ സംഭാഷണം റെക്കോർഡ് ചെയ്തത് എന്ന് ഈ സ്ത്രീ ഉത്തരം പറയട്ടെ. ഇനി എന്താ വരുന്നത്? അതാണ് കൊടുത്തിട്ട് ഞാൻ പിന്നെ അനേക ആൾക്കാരുടെ പേരിൽ കേസ് കൊടുത്തിട്ട് എന്ന് പറഞ്ഞിട്ടാണ് അത് വരുന്നത്. ആ കോടതിന്റെ പകർപ്പ് സത്യമായിട്ടുള്ള കാര്യം, ഞാൻ ഒരാളാല് റേപ്പ് ചെയ്യപ്പെട്ടതിന്റെ പേരിലാണ് ഞാൻ ആ കേസ് കൊടുത്തത്. അത് കൊടുക്കാൻ നേരം വൈകിയതിന്റെ ഒരൊറ്റ അടിസ്ഥാനത്തിന്റെ പേരിലാണ് കോടതി അവർക്ക് സപ്പോർട്ടായിട്ട് ആ ഒരു വിധി വന്നത്. യെസ്, നോക്കൂ, ഇവരെ കെട്ടിയിട്ട് ചെയ്തു എന്നോ എന്തൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ആരോപണമായിട്ട് രംഗത്ത് വന്നത്. നോക്കൂ, ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ആ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീക്ക്, പ്രത്യേകിച്ച് കേരളത്തിൽ, അതും ഒരു മുസ്ലിം സ്ത്രീക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് ഈ കേരള സർക്കാരിനെയും പിന്നെയോ ഇവിടത്തെ ജുഡീഷ്യറി സിസ്റ്റത്തെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ സ്ത്രീ പത്രസമ്മേളനത്തിൽ പറയുന്നത്. അപ്പോൾ ഇവരുടെ കയ്യിൽ വന്നിട്ടുള്ള പാളിച്ചകൾ മറയ്ക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നത് എന്താണ്? ജുഡീഷ്യറിയെ കുറ്റം പറയുക, ഇവിടത്തെ പോലീസ് സംവിധാനത്തെ കുറ്റം പറയുക, ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ തള്ളി പറയുന്ന ഈ സ്ത്രീക്ക് ഇവർ കൊടുത്ത ആ പീഡന വ്യാജ പരാതിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കാം കോടതി തള്ളിയിട്ടുണ്ടാവുക. തെളിവും സാക്ഷിമൊഴികളും ഒന്നും ഇവർക്ക് കൃത്യമായിട്ട് ഹാജരാക്കാൻ പറ്റിയില്ല. പിന്നെ അതല്ല, 164 മൊഴിയിൽ പറഞ്ഞ ആ വാക്കുകൾ പിന്നീട് പോലീസിനോട് പറഞ്ഞത് മാറ്റി പറഞ്ഞിരിക്കുന്നു. ഇത് പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്നു. അത്തരത്തിൽ ഇതിൽ ഈ സ്ത്രീയെ വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളതെന്ന് പോലും ഈ ജഡ്ജ്മെന്റിൽ കൃത്യമായിട്ട് കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല. നമ്മൾക്ക്
എല്ലാവർക്കും അറിയാം ABC മലയാളം എന്ന് പറയുന്ന ചാനലുണ്ട്. അവരുടെ രണ്ടാമത്തെ ഒരു ചാനലാണെന്ന് തോന്നും മീഡിയ എന്ന് പറഞ്ഞിട്ട്, എനിക്ക് തോന്നുന്നു അവരിതെന്ന്. കാരണം ധനുഷ് ദേവൻ 2 ചാനലിലും കാണാം. അതിൽ ധനുഷും മറ്റൊരാളും കൂടി ഇരുന്നിട്ട് നടത്തിയ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഞങ്ങൾ തെറ്റ് തിരുത്തുന്നു എന്ന് പറഞ്ഞിട്ട്. അതിൽ കൃത്യമായിട്ടും FIR-ന്റെ കോപ്പികളും എല്ലാം സഹിതമാണ് ഇവർ കൊടുത്ത പീഡന പരാതി പ്രകാരം തള്ളിക്കളഞ്ഞ ആ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മളുടെ കയ്യിലും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നില്ല. നിങ്ങൾക്കറിയാം, ഞാൻ ലൈവ് വീഡിയോസ് മാത്രമേ ചെയ്യാറുള്ളൂ. എന്റേതായിട്ടുള്ള രീതിയിൽ എന്റേതായിട്ടുള്ള പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങൾ അറിയിക്കുക എന്നത് മാത്രമാണ് ഞാൻ എന്റെ ഈ ചാനലിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാനോ ഈ പറയുന്ന രീതിയിൽ പ്രൊഫഷണൽ രീതിയിൽ അങ്ങോട്ട് പോയിക്കൊണ്ട് ഈ നാടിനെ മാറ്റിമറിച്ച് തല കീഴാക്കി തല കുത്തനെ നിർത്തി ഇങ്ങനെയൊന്നും എനിക്ക് സാധിക്കുന്ന കാര്യമല്ല. എന്നാൽ കഴിയുന്ന പ്രതികരണ വേദി ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്ത്രീ ജുഡീഷ്യറിയെ വെല്ലുവിളിച്ചതാണ് ആദ്യമായി നമ്മൾ കേട്ടത്. ഇനി എന്താണ് ഇവർ പറയുന്നത് നോക്കാം. കൊടുക്കാൻ വൈകിയതിന്റെ കാരണം ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ വരച്ചതിന്റെ പേരില് സമൂഹത്തിന്റെ മുമ്പിൽ എന്നെ ഒറ്റപ്പെടുത്തി. എനിക്ക് കുടുംബമല്ല, എനിക്ക് എന്റെ വാപ്പയുടെ ഒരു സപ്പോർട്ട് അല്ലാതെ, കുടുംബത്തിന് അല്ലെ വാപ്പയുടെ ഫാമിലിയുടെ സപ്പോർട്ട് അല്ലാതെ. നമുക്ക് ഈ വരച്ചതിന്റെ പേരിൽ ഇവരെ ഒറ്റപ്പെടുത്തി എന്ന് ഇവർ പറയുന്നത് 1ഉം 2ഉം വേദികളിലൊന്നുമല്ല. ഇവിടെ വിശ്വാസികൾ, ഹിന്ദു മതവിശ്വാസികളും ക്രൈസ്തവ മതവിശ്വാസികളും മുസ്ലിം മതവിശ്വാസികളും എല്ലാവരും മനസ്സിലാക്കേണ്ടത്, എവിടെയാണ് ഇവരെ വരച്ചതിന്റെ പേരിൽ ഒറ്റപ്പെടുത്തിയത്? ആരാ ഒറ്റപ്പെടുത്തിയത്? ഇവരെ 10ഓ 15ഓ ആളുകൾ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഇവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവർ എടുക്കുന്ന ഈ ഫോട്ടോ കോപ്പി, ഈ പെയിന്റിന് ഇപ്പൊ 10,000-ഉം 20,000-ഉം കൊടുത്തൊക്കെ വാങ്ങിയ ആളുകളുണ്ട്. അത്തരത്തിൽ ഇവർ പറയുന്ന വിലയ്ക്ക്, അത് അവരുടെ ബിസിനസ് ആണ്, അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അത് വാങ്ങിയവനാണ് ചിന്തിക്കേണ്ടത് അതിന്റെ മൂല്യമുണ്ടോ എന്നുള്ളത്. അത്തരത്തിൽ ആരാണ് ഇവരെ ഒറ്റപ്പെടുത്തിയിട്ടുള്ളത്? ആരും ഒറ്റപ്പെടുത്തിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ പുറത്തു വന്നത് എന്ന് കൃത്യമായിട്ട് ഏതൊരു മനുഷ്യനും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് ഏതെങ്കിലും ഒരു കാലത്ത് പുറത്തു വരും. അത് എത്ര മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാലും സഹോദരി അത് പുറത്തു വരാതിരിക്കില്ല. ഇനി ഇവർ പറയുന്നു നോക്കാം. അതുകൊണ്ട് ആരും ഇവർ ഒറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇവർ സിമ്പതി കിട്ടാൻ വേണ്ടി പച്ച നോണ്ടകൾ പറയുമ്പോൾ അതിൽ ഇനി ഒരു മനുഷ്യനും ചെന്ന് ചാടരുത്. ഇനി ഇവരെന്താ പറയുന്നതെന്ന് അറിയാമോ? അല്ലാതെ വേറൊരാളുടെ സപ്പോർട്ട് എനിക്കില്ല. ഒരു സുഹൃത്തിന്റെ അടുത്ത് പറയാന്ന് വെച്ചാൽ, ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഒരു വ്യാജ ഡോക്ടർ ചമിഞ്ഞിട്ട് എന്റെ ഒരു കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോയിട്ട് കിട്ടിയ ഒരു അവസ്ഥയാണ് എനിക്ക്. എന്റെ കുഞ്ഞിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ മദ്രസേന്ന് നോക്കൂ, കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റിന് പോയിട്ട് കിട്ടിയ ഒരു അവസ്ഥയാണ് ഇവർക്ക് നേരിട്ട പീഡനം എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റിന് നമ്മൾ എവിടെ പോവാ? ഞാൻ പോവാ ആശുപത്രിയിലാണ്. ഇനി അല്ലാണ്ടെങ്കിലോ ഏതെങ്കിലും സ്വകാര്യ ക്ലിനിക് അല്ലാന്നുണ്ടെങ്കിൽ സ്വകാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറുടെ ഒരുപാട് പേഷ്യൻസ് ഉള്ള സ്ഥലത്തല്ലേ നമ്മൾ പോവുക. പക്ഷെ ഇവർ പോയിരിക്കുന്നത് എവിടെയാണ്? ഇയാൾ തനിച്ചുള്ള സ്ഥലത്തായതുകൊണ്ടല്ലേ, ഇവരെ കെട്ടിയിട്ടാണ് ഇവരെ പീഡിപ്പിച്ചെന്ന് ഇവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളാരും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്തരത്തിൽ കെട്ടിയിട്ട് അവരെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് ഇവർ തനിയെയാണ് പോകുന്നത്. കുട്ടിയെ കൊണ്ടുപോയിട്ടില്ല. കാരണം കുട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ദൃക്സാക്ഷി ഉണ്ടാവണമായിരുന്നു, കുട്ടി സാക്ഷിമൊഴി പറയണമായിരുന്നു. കുട്ടി ഉണ്ടായിട്ടില്ല. ഇവരെ തനിയെയാണ് കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്നുള്ള മൊഴിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ഇവർ പറയുന്നത്? അതിന്റെ അടി ദിവസം അതിനെ വെറുതെ തല്ലുക ചെയ്യുന്നത്. എന്തിനാ തല്ലുന്നത് കുഞ്ഞിന് അറിഞ്ഞൂടാ. എന്നിട്ട് ഇതിന് മദ്രസയിലും സ്കൂളിലും പോകാൻ ഭയം. എന്നിട്ട് സ്കൂളിൽ പോയിട്ട് കുട്ടികളോട് ആ മദ്രസയിലുള്ള ഉസ്താദിനോടുള്ളതൊക്കെ മറ്റു കുട്ടികളോട് കാണിക്കൽ തുടങ്ങിയപ്പോഴാണ് സ്കൂളിൽ എന്നോട് പറഞ്ഞത്. നോക്കൂ, മദ്രസയിൽ പോകുന്ന ഒരു കുട്ടിക്ക് ഇഷ്ടംപോലെ അടി ഉസ്താദിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. എന്റെ മുസ്ലിങ്ങളെ, നിങ്ങളൊന്നും ചിന്തിക്കുക. ഈ മദ്രസ ഉസ്താദ് ഒരു കുട്ടിയെ നിരന്തരം പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്കറിയാം, ബാലാവകാശ കമ്മീഷൻ ആയാലും ചൈൽഡ് ലൈനും ഒക്കെ നമ്മുടെ സ്കൂളുകളിലൊക്കെ എപ്പോഴും അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു അധ്യാപകനോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അതിന് നിയമ നടപടികൾ കൃത്യമായിട്ട് സ്വീകരിക്കാൻ പറ്റുമെന്നിരിക്കെ ഇവർ ഇത് സോഷ്യൽ മീഡിയയിലൂടെയും പ്ലാറ്റ്ഫോമുകളിലൂടെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇവർ പറയുന്നതിന്റെ ജെനുവിനിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ഇനി നോക്കാം, പച്ച നുണകളാണ് വരുന്നത്. ഭാഗങ്ങളൊക്കെ കേട്ടാൽ അന്തം വിട്ടു പോകും. ഇനി അവർ ഒരുപാട് അവരുടെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുന്നതൊക്കെ പറയുന്നുണ്ട്, വീടിന്റെയും കാറിന്റെയും ഒക്കെ. അവിടെയൊക്കെ പച്ച നുണകൾ 1.5 ബോംബാണ് പൊട്ടിക്കാനിരിക്കുന്നത്. ഒന്ന് കേട്ട് നോക്കാം നമുക്ക്. ഒരു പ്രശ്നം നിങ്ങളൊന്ന് കൊണ്ടുപോയി നോക്കി എന്ന് പറഞ്ഞെടുത്തിന് ആദ്യം ഞാൻ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് അവിടെ ഫസ്റ്റ് കാണിച്ച്. അങ്ങനെ എന്റെ ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഈ ഒരു വ്യാജ ഡോക്ടർ, അവന്റെ അന്ന് പേര് ഞങ്ങളെടുത്ത് പറഞ്ഞത് റോഷൻ എന്നാണ്, ഈ ഡോക്ടറെ ഞാൻ പരിചയപ്പെടുന്നത്. ട്രീറ്റ്മെന്റിന് കുട്ടീനെ കൂട്ടാണ്ട് വീട്ടിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവന്റെ ട്രീറ്റ്മെന്റിന് കുട്ടിയെ കൂട്ടാണ്ട് ഒരു ഡോക്ടറുടെ വീട്ടിലേക്ക് ചെല്ലണം എന്ന് പറഞ്ഞപ്പോ ഇവര് അതേപോലെ ചെല്ലുകയാണ്. എന്നിട്ട് ഇവരെ പീഡിപ്പിച്ചതിന് ശേഷമാണ് ഇവർ തന്നെ പറയുന്നു അത് വ്യാജ ഡോക്ടർ ആയിരുന്നു എന്നുള്ളത് പിന്നീടാണ് തിരിച്ചറിയുന്നത്. നോക്കൂ, എത്രത്തോളമാണ് ഇവരുടെ വിശ്വാസ്യമായിട്ടുള്ള വാക്കുകളിൽ എന്നുള്ളത് കൃത്യമായി ചിന്തിക്കേണ്ടതുണ്ട്. നോക്കാം.
പക്ഷെ ഞാൻ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ കാര്യങ്ങളൊന്നല്ല കോടതിയിലേക്ക് എത്തിയപ്പോഴൊക്കെ മാറി മറിഞ്ഞു. യെസ്, നോക്കൂ, ഇത് പോലീസുകാരെയും നമ്മുടെ നിയമപാലകരെയും വെല്ലുവിളിക്കുകയാണ്. അതായത് ഇവർ പോലീസിന് കൊടുത്ത മൊഴി, നമ്മൾക്കറിയാം സ്റ്റേഷനുമായി ഞാൻ ഒരുപാട് കേസുകളുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ ഒരുപാട് വ്യാജ ആരോപണങ്ങളും പരാതികളും ഒക്കെ വന്നതിന്റെ പേരിൽ ജയിലിൽ 3-4 തവണ കിടന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഈ ജയിലിൽ കിടന്നിട്ടുള്ള എന്നെ ഈർക്കിൽ പാമ്പ് കാട്ടി പേടിപ്പിക്കാൻ മാത്രമൊന്നും തോക്ക് ചാമിയെ നീ ആയിട്ടില്ല എന്ന് ഞാൻ പച്ചയ്ക്ക് തന്നെ പബ്ലിക്കിന്റെ മുന്നിൽ തന്നെ പറയുകയാണ്. അതുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്താനൊന്നും തോക്ക് ചാമിയൊന്നും വളർന്നിട്ടില്ല. അത്തരത്തിൽ ഒരു സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും, പ്രത്യേകിച്ച് ഒരു പീഡന പരാതിയിൽ ആ സ്ത്രീയുടെ സൗകര്യത്തിനനുസരിച്ച് എവിടെയാണോ സ്വകാര്യതയ്ക്കനുസരിച്ച് അവിടെ പോയിട്ട് വേണം ഇവരുടെ മൊഴി രേഖപ്പെടുത്താൻ. അങ്ങനെ രേഖപ്പെടുത്തിയ മൊഴി വായിച്ചു നോക്കിയതിന് ശേഷം അതിൽ മൊഴി ഞാൻ നോക്കി വായിച്ചു മനസ്സിലാക്കി ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയാണ് എന്ന് ഈ മൊഴി കൊടുത്ത ഈ സ്ത്രീ ഇര ഒപ്പിടേണ്ടതുണ്ട്. ഇതൊന്നും അറിയാത്തവരല്ല ഇവിടുത്തെ പൊതുജനങ്ങൾ എന്നത് ഇവർ മനസ്സിലാക്കുന്നില്ല. ഇവർ കാടടച്ച് വെടിവെച്ചുകൊണ്ട് പോലീസുകാർ ഞാൻ പറഞ്ഞതല്ല എഴുതി കൊടുത്തിട്ട് കോടതിയിൽ കൊടുത്തതെന്ന് ഇവർ ആരോടാ പറയും? നോക്കൂ, ഇവരൊരു വിക്ടിമാണ്, ഇരയാണ് ഇവർ. ഈ ഇര കൊടുത്ത മൊഴി കോടതിയിൽ ഹാജരാക്കിയില്ല എന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ, പോലീസുകാർ, അതിന്റെ ഉദ്യോഗസ്ഥർ, അവരൊക്കെ ഇപ്പോൾ ആരാണ്, ഇവിടുത്തെ സർക്കാർ ആരാണ് എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഇനി ഇവർ പറയുന്ന ബാക്കിയോട് കേൾക്കാം. ചോദിക്കുന്നത് എന്നെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ അന്നത്തെ ഡ്രസ് ഒക്കെ ചോദിക്കുന്നത്, ഞാൻ എവിടുന്ന് എടുത്ത് കൊടുക്കാനാണ്? അത് ശരി. നോക്കൂ, ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ പോലീസിന് സാക്ഷികളും അതല്ലെങ്കിൽ സാക്ഷികളില്ല, പീഡനമായതുകൊണ്ട് നമുക്കറിയാം സ്ത്രീ പീഡന സാക്ഷികൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിന്റെ ആ തെളിവുകളാണ് പിന്നെ വേണ്ടത്. ഇവരെ പീഡിപ്പിച്ച സമയത്ത് ഇവരണിഞ്ഞിരുന്ന വസ്ത്രം, ഈ വസ്ത്രം പോലീസുകാർ ആവശ്യപ്പെടുന്നത് എന്തിനാണ്? ഇവരെ പീഡിപ്പിച്ച് വളരെ മാരകമായി ബലാത്സംഗം ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. അത്തരത്തിൽ ചെയ്യുമ്പോൾ ഇദ്ദേഹം ശാരീരികമായി പീഡിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ ആ മുറിവുകളായിക്കോട്ടെ അതല്ലെങ്കിൽ ഇവരുടെ ഡ്രസ്സ് ആയിക്കോട്ടെ, ആ ഡ്രസ്സിന് സംഭവിച്ചിട്ടുള്ള ആ കീറലുകളും അതല്ലെങ്കിൽ ഡ്രസ്സിൽ വല്ല സ്രവങ്ങളും ഉണ്ടോ, ഇതൊക്കെ പരിശോധിക്കേണ്ടതില്ലേ? ഇതൊക്കെ ശാസ്ത്രീയമായി പരിശോധിച്ച് കോടതിയിൽ എത്തിക്കേണ്ടതില്ലേ? അതുകൊണ്ട് പോലീസുകാർ ആ ഡ്രസ്സ് ചോദിക്കുമ്പോൾ ഇവർ പറയുകയാണ് ഞാൻ അത് എവിടെ പോയിട്ട് എടുത്തു കൊടുക്കണ്ടേ എന്നുള്ളത്. പിന്നെ ആരാ എടുത്തു കൊടുക്കേണ്ടത്? ഇവർ പറയുന്നത് കേൾക്കുന്ന നാട്ടുകാരാണോ അല്ലെങ്കിൽ പോലീസുകാരാണോ ഈ തെളിവ് ശേഖരിച്ചുണ്ടാക്കേണ്ടത്? ഇവരോട് ചോദിക്കുന്നത് നിങ്ങൾ അന്ന് അണിഞ്ഞ ഡ്രസ്സ് ഏതാണ്, എവിടെയാണ് ആ ഡ്രസ്സ്? അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്, കോടതിയിൽ കൊടുക്കേണ്ടതുണ്ട്. അപ്പോഴേ നിങ്ങളുടെ ഈ കേസിന് വിലയുണ്ടാവുകയുള്ളൂ. ഇവർ അതിന് പോലീസിനെ കുറ്റപ്പെടുത്തുന്നത് എങ്ങനെയാ നോക്കൂ. ഞാൻ പരാതി കൊടുക്കാൻ ഈ കാരണങ്ങൾ കൊണ്ടാണ് വൈകിയത്, വേറെ ഒരു കാര്യം ഉണ്ടായിട്ടല്ല ഞാൻ വൈകിയത്. ലാസ്റ്റ് പണം ചോദിക്കുക, എന്റെ വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക, ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വന്ന് ഞാനും എന്റെ മക്കളും ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയായപ്പോ എന്റെ ഭർത്താവ് ആ സമയത്ത് ഗൾഫിലാണ്. ഭർത്താവ് ഗൾഫ് പോകുന്നത് തന്നെ വീട് ജപ്തി നോട്ടീസിന് വെച്ച സമയത്താണ് ഭർത്താവ് ഇവിടുന്ന്. നോക്കൂ, ഈ ഭർത്താവ് ഗൾഫിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഇനി നമ്മൾ വേറൊരു വീഡിയോ കേൾക്കാനുണ്ട്. കാരണം അതിനു മുമ്പ് ഇവര് വീട് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട്, അതായത് ഇവരുടെ വീട് വെച്ചു, ഇവർ വലിയ കൊട്ടാരം പണിതോ ഇല്ലെന്ന് എനിക്കറിയില്ല. ആ വീടിന് അവർ ഇപ്പോഴും ബാങ്കിൽ അടവടയ്ക്കുന്നുണ്ടെന്നൊക്കെ പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. അവിടെ അവരുടെ ഭർത്താവിന് എന്താ സംഭവിച്ചതെന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഏകദേശം മാസങ്ങൾക്ക് മുൻപ്. ഇത് ബാക്കി കേൾക്കാം. അവരോട് ഇത് പറഞ്ഞ അവര് നാട്ടിൽ വന്ന ഇവന് വെട്ടിക്കൊല്ലൂ എന്നുള്ളത് എനിക്കറിയാം. പിന്നെ ഞങ്ങൾക്ക് ആരും ഇല്ലാണ്ടാവുകയല്ല. അപ്പൊ ഈ നാട് ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി കൂടിയുള്ള പിണറായി വിജയൻ ആലോചിക്കേണ്ടത്, ഇത്തരത്തിലൊരു ഇരയുടെ ഭർത്താവ് നാട്ടിൽ വന്നാൽ വെട്ടിക്കൊല്ലാൻ നിൽക്കുന്ന ആളുകൾ ആരാണ്? ആരാണ് അവരെ വെളിപ്പെടുത്തേണ്ടതും അവരെ കണ്ടുപിടിക്കേണ്ടതും അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് ഈ സ്ത്രീയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി വീണ്ടും എന്ത് ചെയ്യണം? അത് കൃത്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത് തന്നെയാണ്. ഇനി എന്താണ്? ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ലെ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സഹിച്ചു ക്ഷമിച്ചു എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ സമൂഹത്തോട് പറയാതെ സ്വന്തം സഹിച്ചു നിന്നിട്ട് അനുഭവിച്ചെടുത്തത്. എന്നിട്ട് എന്നെ വേട്ടയാടി തുടർന്ന് ഇങ്ങനെ ചെയ്തതുകൊണ്ട് അവന്റെ കയ്യില് നോക്കൂ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. ആരാണ് ഇവരെ വേട്ടയാടുന്നത്? ഇവർ കൃത്യമായിട്ട് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഒരു ജനവിഭാഗത്തെ പറ്റിച്ചുകൊണ്ട് മുന്നേറിയ സമയത്താണ് ഇവരുടെ ഹിസ്റ്ററി പതിയെ പതിയെ പുറത്തോട്ട് വന്നു. ഞാൻ വിശ്വസിക്കുന്നു അത് ഭഗവാൻ കണ്ണൻ തന്നെ കൊണ്ടുവന്നതാണ്. കാരണം ഭഗവാൻ കണ്ണന്റെ ഗുരുവായൂർ തിരുനടയിൽ വെച്ചുകൊണ്ട് അവർ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശ്വാസികൾക്ക് കണ്ടാൽ മനസ്സിലാക്കാനാവും. ഇവരുടെ ഈ തട്ടമിട്ട മുഖവും ഈ തട്ടമിട്ട രൂപവും കണ്ട് അതിൽ ആകൃഷ്ടരായി നടക്കുന്ന ഞരമ്പന്മാർക്ക് അത് മനസ്സിലാവില്ല, ഞരമ്പികൾക്കും മനസ്സിലാവില്ല, ഫാൻസ് അസോസിയേഷന് മനസ്സിലാവില്ല, ഒരു വിശ്വാസിക്ക് മനസ്സിലാവും. ഇനി എന്താ ഇവർ പറയുന്നത് നോക്കാം. ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ പുറത്തു വിട്ട് അതിൽ നിങ്ങളൂടെ ഉൾപ്പെടുന്നുണ്ട്, അത് എനിക്ക് നല്ലതിന്
സമൂഹം അത് അറിയണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ എനിക്ക് തെറ്റിപ്പോയി, എന്റെ മുഖം അതിൽ കാണൂല, നിന്റെ ശരീരഭാഗങ്ങളാണ് മറ്റുള്ളവര് കാണുക എന്ന് പറയുന്നത്. ഒരു സ്ത്രീനെ സംബന്ധിച്ച് ഒരു ശരീരഭാഗം മറ്റൊരാൾ സിമ്പതി വരുന്ന വഴി നോക്കണം. കുട്ടികളും പീഡനവും ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? എന്റെ കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത്രയും വിഷയം ഉള്ളത് കൊണ്ടാണ്. എന്നിട്ട് ഞാൻ ലാസ്റ്റ് പരാതി കൊടുത്തപ്പം സിദ്ദീഖ്, ഇപ്പോഴത്തെ MLA ടി സിദ്ദീഖ് എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവ് ടി സിദ്ദീഖ്, അതായത് പുതിയൊരു കഥാപാത്രം കൂടി കടന്നു വരികയാണ്. കോൺഗ്രസ് നേതാവ് MLA ഉള്ള ടി സിദ്ദീഖ് എന്ന് പറയുന്ന സമുന്നത നേതാവ് കൂടി കടന്നു വരികയാണ്. ഇതിന്റെ പിറകിൽ നിൽക്കുന്നത് ഈ ടി സിദ്ദീഖ് കൂടിയാണ് എന്ന് കൂട്ടിച്ചേർക്കാണ്. എന്തൊക്കെയാണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് ഇവർക്കും നമ്മൾ വിശ്വസിക്കുന്ന പടച്ചോൻ അറിയില്ല. അവര് വിശ്വസിക്കുന്ന പടച്ചോൻ ഞമ്മന്റെ പടച്ചോനായതുകൊണ്ട് അവർക്ക് അറിയണ്ടായിരിക്കും. ഇനി ടി സിദ്ദീഖിന്റെ വിശേഷത്തിലേക്ക് പോകാം. പുതിയൊരു ഇര വരികയാണ്. ഇനി പുതിയ കേസുകളൊക്കെ ഇവർ കൊടുക്കൂട്ടോ, എനിക്കെതിരെ അല്ലെങ്കിൽ മറ്റാർക്കെതിരെ പുതിയ കേസ്. ഇവരുടെ ഒരു വീക്ക്നെസ് ആണ്. അതായത് കേസുകൾ ഇങ്ങനെ കൊടുക്കുക, എന്നിട്ടോ അത് സെറ്റിൽമെന്റ് നടത്തുമ്പോൾ ചിലപ്പോ വല്ല ചിക്കിളിയും തടഞ്ഞാൽ രക്ഷപ്പെട്ടല്ലോ, അത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇവർ കേസ് കൊടുത്തിട്ടുള്ള ആളുകൾ തന്നെ എന്നോട് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ ഓഡിയോകളൊക്കെ ഒരുപാട് നമ്മുടെ കയ്യിലുണ്ട്. ബാക്കി കേൾക്കാം. ചെയ്തു കൊടുത്ത ഞാൻ കൊടുത്ത മൊഴി അത് കോടതിയിലെത്തിയില്ല, കേസ് കാര്യമായിട്ട് അന്വേഷിച്ചില്ല, അവനെ അറസ്റ്റ് ചെയ്തില്ല, ഒരു സപ്പോർട്ട് ചെയ്ത് എന്നെ കുറ്റം പറഞ്ഞ് അവർ ആ കേസ് അങ്ങനെ അങ്ങ് തീർത്തു. ഓക്കെ, അത് ഞാൻ കോടതി പൊട്ടി. ഞാൻ എന്നിട്ടും ഹൈക്കോടതിയിലേക്ക് പോകാനോ ഒന്നിനും നിന്നില്ല. ഹൈക്കോടതിക്ക് പോവാന്ന് പറഞ്ഞാല് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കൂ, താഴെ കോടതിയിലുള്ള വിധികളാണ് മേലെ കോടതി പരിശോധിക്കുക. ആ വിധി പരിശോധിക്കുമ്പോൾ ആ വിധിക്ക് അടിസ്ഥാനമായിട്ട് നടന്ന വാദപ്രതിവാദങ്ങൾ മാത്രമാണ് മേൽക്കോടതികൾ പരിശോധിക്കുക. നമ്മുടെ സാധാരണക്കാരായുള്ള ജനങ്ങളുടെ തെറ്റിദ്ധാരണ എന്തെന്നറിയാമോ? വലിയ കോടതികളിൽ പോകുമ്പോൾ വലിയ കഴിവുള്ള വക്കീലന്മാരെ മാത്രം വെച്ചാൽ മതി, താഴെ കോടതിയിൽ ഏതെങ്കിലും പാറ്റിയും പിടിച്ച് നടക്കുന്ന ഏതെങ്കിലും ഒരാളെ വെച്ചാൽ മതി എന്നുള്ള ചിന്തയാണ് നമ്മുടെ സാധാരണക്കാർക്കുള്ളത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊരു കേസ് താഴെ കോടതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാദപ്രതിവാദങ്ങൾ, ആ വാദപ്രതിവാദങ്ങൾക്ക് അനുസരിച്ചാണ് താഴെ കോടതിയിൽ നിന്ന് ജഡ്ജ്മെന്റ് വരിക. ആ വന്ന ജഡ്ജ്മെന്റിലാണ് നമുക്ക് വേണമെങ്കിൽ മേൽക്കോടതിയിൽ പോവാം. പക്ഷെ മേൽക്കോടതിയിൽ പോയാൽ അവർ പരിശോധിക്കുക എന്തെന്നറിയാമോ? ഈ താഴെ നടന്ന വാദപ്രതിവാദങ്ങളും തെളിവും സാക്ഷിമൊഴികളും അതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് മേൽക്കോടതികൾ പരിശോധിക്കുക. അതുകൊണ്ട് താഴെ കോടതിയിൽ നിന്നും ഹൈക്കോടതി കൃത്യമായിട്ടും ഈ കേസിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് പ്രതികളെ വെറുതെ വിടുന്നു. ഇവർക്കെതിരെ രൂക്ഷമായിട്ടുള്ള അഭിപ്രായം കോടതി രേഖപ്പെടുത്തുന്നു. ഇവരുടെ മൊഴിയും വിശ്വാസയോഗ്യമല്ലാത്ത രീതിയിൽ, അതല്ലെങ്കിൽ ഇവരുടെ വാക്കുകൾ തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയുന്നു, മൊഴികളിലൊക്കെ വൈരുദ്ധ്യമുണ്ടെന്ന് കണ്ടെത്തുന്നതെന്ന് കോടതി തന്നെ എഴുതുമ്പോൾ എങ്ങനെയാണ് പിന്നെ സുപ്രീം കോടതിയിൽ പോയാൽ ഇവർക്ക് നീതി കിട്ടുക എന്നത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് താഴെ കോടതിയിൽ തന്നെ ഈ കേസ് പൊട്ടി, അങ്ങനെ ഹൈക്കോടതിയിൽ എത്തുന്നു, ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും 8 നിലയിൽ പൊട്ടി. അതുകൊണ്ട് ഞാൻ സുപ്രീം കോടതിയിൽ പോയില്ല. അതിനും ആർക്കാ കുറ്റം? നമ്മൾക്കാ കുറ്റം, അവർക്കല്ല. ഓക്കെ, എന്റെ വിധി ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചോളാന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഇതിന്റെ പകർപ്പ് വെച്ചിട്ട് അവൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. ഞാൻ ഹണി ട്രാപ്പുകാരിയാണ്, ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്, അതും പീഡന കേസ്. ഞാൻ ഒരു പീഡന കേസ് കൊടുത്തിട്ടുണ്ട്. അല്ലാത്തൊരു കേസ് എന്ന് പറയാൻ ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീ ഇറങ്ങി നടക്കുമുണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകളും. ബസ് കയറിയ ഒരാൾ തോണ്ടിയാൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും, പുറത്തിറങ്ങി ആരെങ്കിലും സൈറ്റ് അടിച്ചാൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. അങ്ങനത്തെ കേസുകളിൽ നല്ലാതെ വേറെ ഒരു കേസും ഇന്നേ വരെ ഞാൻ കൊടുത്തിട്ടില്ല. ആരെങ്കിലും ഉണ്ട് ആ തെളിവ് സഹിതാണ് കൊണ്ടുവരേണ്ടത്. എനിക്ക് ചോദിക്കേണ്ടത്, ABC മലയാളത്തിൽ ധനുഷ് ദേവൻ അടക്കമുള്ള ആളുകൾ കൃത്യമായിട്ട് പുറത്തുവിട്ട തെളിവുകളുണ്ട്. ആ തെളിവുകൾ പൂർണ്ണമായിട്ടും വ്യാജമാണെങ്കിൽ ഈ സഹോദരിക്ക് എന്തുകൊണ്ട് എല്ലാവർക്കെതിരെയും നിയമ നടപടി എടുത്തുകൂടാ? ഈ പുറത്തു വന്നിട്ടുള്ള ഇവർ കൊടുത്തിട്ടുള്ള എനിക്ക് തോന്നുന്നു 10ഓളം കേസുകളുടെ വിവരമൊക്കെയാണ് ധനുഷൊക്കെ ആ വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. FIR നമ്പർ അടക്കം എല്ലാം അടക്കം. അവർ ഇരയുടെ പേരൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഈ കൃഷ്ണ ചിത്രം വരയ്ക്കുന്ന വലിയ ഭക്ത, നമ്മുടെ രാധാമണി താത്ത എന്ന രീതിയിൽ തന്നെയാണ്. അത് നിയമത്തിന്റെ മുൻപിൽ അവരുടെ ഇരയുടെ പേര് വെളിപ്പെടുത്തണ്ട എന്ന് വെച്ചത് കൊണ്ടാണ്. എന്നിരുന്നാലും അവർ പറഞ്ഞിട്ടുള്ള വസ്തുതകൾ സത്യസന്ധമല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർ നിയമത്തിന്റെ വഴികളിലൂടെ പോവില്ല? അവർക്ക് അത് പറ്റില്ല. നിയമം അറിയുന്നവനെതിരെ നിയമത്തിന്റെ വഴിയിൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് 8ന്റെ അല്ല 16ന്റെ പണി കിട്ടുമെന്ന് അവർക്കറിയാം. പാവം പിടിച്ച ആളുകളുടെ തലയിലേക്ക് ഓടിപ്പാഞ്ഞു കയറി സ്ത്രീ എന്ന് പറയുന്ന പരിഗണനയിൽ കോടതിയിൽ നിന്നായാലും സമൂഹത്തിൽ നിന്നായാലും നീതിന്യായ വ്യവസ്ഥകളിൽ നിന്നെല്ലാം ആനുകൂല്യം കിട്ടുമെന്നത് ദുരുപയോഗം ചെയ്തത് തന്നെ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ എങ്ങനെയാണ് കുറ്റപ്പെടുത്താനാവില്ല? ഇനി നോക്കാം, ഇനി പറയുന്നുണ്ട് പച്ച നുണകളാട്ട പറയുന്നത്. കയ്യിൽ നിന്ന് പൈസ മേടിച്ചോ എന്ന് പറയും. ആർക്കും തെളിവില്ല, പറച്ചിൽ മാത്രമേ. എന്തുകൊണ്ട് അവരാരും തെളിവ് കൊണ്ടുവരാത്ത? ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇത്രത്തോളം ആക്കി
ഒടുക്കം മരണത്തിന് കീഴടങ്ങാൻ വരെ നോക്കേണ്ട ഗതികേട് വന്നു. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ നിയമത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ട്. ജീവിച്ച് നിൽക്കുമ്പോ കിട്ടാത്ത നീതി നമ്മൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും നോക്കൂ, ജുഡീഷ്യറിയെ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. അതായത് ഇവിടെ എനിക്ക് നീതി കിട്ടി, ഇവരുടെ സാക്ഷിമൊഴികളും തെളിവുകളും എല്ലാം അടിസ്ഥാനത്തിൽ ഹൈക്കോടതി പറഞ്ഞ ഒരു കേസിലെ ജഡ്ജ്മെന്റിനെ വെല്ലുവിളിക്കുകയാണ് ഇവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നാണ് ഇത് പറയേണ്ടത്? ഈ കേസ് നടന്ന് ജഡ്ജ്മെന്റ് വന്ന സമയത്തല്ലേ പറയേണ്ടത്? പക്ഷെ ഇവർ എപ്പോഴാ പറയുന്നത്? ഇവരുടെ ഉദ്ദേശം നടന്നില്ല. ഈ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തരെ പറ്റിച്ചുകൊണ്ട് അവരുടെ ആ ഫോട്ടോ ഭഗവാന്റെ ഫോട്ടോ, കണ്ണിന് കൃഷ്ണമണി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അവർ തന്നെ തെളിയിക്കേണ്ടതാണ്. അവർക്ക് വരയ്ക്കാൻ അറിയില്ല എന്നുള്ളത് അവർ തന്നെ തെളിയിക്കേണ്ടതാണ്. അവർ വരച്ച ഈ ഫോട്ടോ എന്ന് അവർ അവകാശപ്പെടുന്ന ആ ഫോട്ടോ ഓരോ വീട്ടിലും വെച്ചാൽ ആ വീടിന് ഐശ്വര്യം വന്ന് കുമിഞ്ഞു കൂടുകയാണെന്ന് പറയുന്നു. അത് അനുഭവസ്ഥരാണ് വെളിപ്പെടുത്തേണ്ടത്. അത്തരത്തിലാണെങ്കിൽ അവർ ചെയ്യുന്ന ആ തൊഴിലിനോട് അവർ പുലർത്തിയിട്ടുണ്ടോ നീതി എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. അപ്പൊ ജുഡീഷ്യറി അല്ല, പോലീസ് അല്ല, ഒന്നും എനിക്ക് പുല്ലാണ്. എല്ലാവരെയും ഞാൻ വെല്ലുവിളിക്കും. പക്ഷെ എനിക്കെതിരെ ആരും ഒന്നും മിണ്ടാൻ പാടില്ല. മിണ്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടിഷ്യൂ തോക്കെടുത്ത് നമ്മുടെ തോക്ക് സ്വാമിയെ കൊണ്ട് വെടിവെപ്പിക്കും. ടിഷ്യൂ. ബാക്കി കേൾക്കാം. ഒരാള് കൊണ്ടുതരും. അതാണ് നമ്മുടെ നിയമത്തിന്റെ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ഞാൻ സ്വയം ജീവൻ ഒടുക്കാൻ വരെ നോക്കി, അവിടുന്ന് രക്ഷപ്പെട്ടു പോന്നു. ഇനി ഒരു വഴിയില്ല. വയറ്റുനോക്കിന്റെ മരുന്ന് കുടിച്ചാൽ ആരാണ് ചാവുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നത് 10 മണിക്ക് ശേഷമാണ്. ഇവർ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. വീഡിയോ ഒക്കെ നല്ല പൗഡറൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ട് ഞാനിതാ ആത്മഹത്യ ചെയ്യാൻ പോകുന്നതുകൊണ്ട് വീഡിയോ ഇടുന്നു. എന്നിട്ട് ഇവർ വയറ്റുനോക്കിനുള്ള ഗുളിക മരുന്ന് എന്തോ കുടിച്ചതായിരിക്കാം. അല്ലെങ്കിൽ വൈകുന്നേരം കൊണ്ടൊന്നും ഡിസ്ചാർജ് ചെയ്യില്ലല്ലോ, അതിതീവ്ര യൂണിറ്റിലേക്ക് കയറിയിട്ടുള്ള. അത്തരത്തിൽ ഇവർ 11 മണിക്കൊക്കെയാണ് തോന്നുന്നു ഇവർ ഹോസ്പിറ്റലാവുന്നു. പക്ഷെ 11:30യോടുകൂടി ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. എല്ലാ ചാനലുകാരും പബ്ലിഷ് ചെയ്തു ഉറപ്പുവരുത്തിയപ്പോ എന്തായി? വീഡിയോ തന്റെ പ്രൊഫൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. പിന്നെയോ ഏകദേശം വൈകുന്നേരത്തോടെ ആ ആശുപത്രിയിൽ നിന്ന് വേറൊരു ആശുപത്രിക്ക് പോയി എന്ന് പറയുന്നു. ആ ആശുപത്രിയായിട്ട് സംസാരിച്ച് എനിക്ക് തോന്നുന്നു മിറർ കേരള അങ്ങനെ എന്തോ ഒരു ചാനലുകാരൻ അയാൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ആ ആശുപത്രി ചെന്നിരുന്നു. അവിടെ നിന്ന് വൈകുന്നേരത്തോടെ ബേബിയിലേക്ക് പോയി എന്ന് പറഞ്ഞു. നമുക്കറിയാം ബേബി എന്ന് പറയുന്ന സ്വകാര്യ ആശുപത്രിയാണ്. അവിടെ 5 സ്റ്റാർ ഫെസിലിറ്റീസ് കിട്ടും കൃത്യമായിട്ടും. അതിന് കൃത്യമായിട്ട് ഞമ്മന്റെ കോടീശ്വരനായിട്ടുള്ള ആ ഏട്ടനുണ്ടല്ലോ, നമ്മളെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ കാരണവര്, ആ കിളവൻ, അവരൊക്കെ സഹായിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂ ചാമി സഹായിച്ചോന്നറിയില്ല. എന്തായാലും ഇവർ ബാക്കി കേൾക്കാം. നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് പടച്ചോൻ എന്നുള്ള രൂപത്തിൽ, അല്ലെ ഞാൻ വരയ്ക്കുന്ന കണ്ണൻ എന്നുള്ള രൂപത്തിൽ ഇദ്ദേഹത്തിന് പുതിയ ആള് വരികയാണ്. അവതാരം, അവതാര പുരുഷൻ രംഗത്ത് വരികയാണ് മക്കളെ. ടിഷ്യൂ നോക്കാം. എനിക്കറിയണമെന്ന് പറയാൻ ഒരാളെങ്കിലും എന്റെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. ആ ഇദ്ദേഹമാണ്. ആ ഒരു ധൈര്യത്തിലാണ് ഞാനിപ്പോ വന്നത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഞാൻ ആകെ കൊടുത്തൊരു കേസ് ഇത് അനുഭവം കൊണ്ട് കൊടുത്തതാ, അല്ലാതെ ഇന്നേ വരെ ഞാൻ ആരുടെ പേരിലും കൊടുത്തിട്ടില്ല. കൊടുത്തിട്ട് എന്റെ ബുദ്ധിമുട്ടുകൾക്കല്ലാണ്ട് ആരോടും ഒരു പൈസ മേടിച്ചിട്ടില്ല. ഞാൻ ഒരു ഹണി ട്രാപ്പിൽ അംഗമല്ല. ഇവര് ഹണി ട്രാപ്പ് കാര്യമൊന്നും ആരും സത്യത്തിൽ പറഞ്ഞിട്ടില്ല. ഇത്രയും കേസ് FIR നമ്പർ അടക്കം പുറത്ത് തെളിവ് വരുന്നു. ഇത്രയും നിങ്ങൾ കൊടുത്തതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരമില്ലാതെ അവർ പറയുന്നത് എന്താണ്? ഞാൻ കൊടുത്തിട്ടില്ല. എന്നാൽ കൃത്യമായിട്ട് തെളിവ് സഹിതം FIR നമ്പർ, ഡേറ്റ് സഹിതം, പോലീസ് സ്റ്റേഷൻ സഹിതം, ഏത് കോടതി സഹിതം എല്ലാ ഡീറ്റെയിൽസും പുറത്തു വരുമ്പോൾ നോ നിങ്ങൾ കണ്ടതല്ല, നിങ്ങൾ കേട്ടതാണ് സത്യം എന്ന് പറയുമ്പോൾ അതിന് വേറെ എവിടെയെങ്കിലും പറഞ്ഞാൽ മതി. ഇനി നമ്മുടെ പുതിയ അവതാരം രംഗത്ത് വരികയാണ്. ഇനി ഏറ്റവും വലിയ രസം എന്താ അറിയാമോ? ഇവർ കഴിഞ്ഞ ദിവസം BJP ആയാലും RSS ആയാലും ഇവർക്ക് കിട്ടാവുന്ന എല്ലാ നേതാക്കന്മാരെയും ബന്ധപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഇവർ News 18 ചാനൽ അടക്കമുള്ള ആളുകൾക്ക് കൊടുത്ത പത്രസമ്മേളനത്തിലേക്ക് അവരുടെ അപ്പുറം ഇരുന്നിട്ട് അവരെ ന്യായീകരിക്കാൻ വേണ്ടി BJP നേതാക്കന്മാരെയും RSSലെ സമുന്നത നേതാക്കന്മാരെയും അതിനുവേണ്ടി പ്രഷർ ചെലുത്താൻ വേണ്ടി മേലെ തട്ടിലുള്ള ആളുകളെ വരെ ഉപയോഗിക്കുന്നു. എന്നിട്ടോ ഒരാള് പോലും, ഒരു മരുന്നിന് പോലും, ഒരു ലോക്കൽ ആയിട്ടുള്ള പഞ്ചായത്ത് വാർഡിലുള്ള ഒരു BJPയുടെ പ്രതിനിധിയെ പോലും അവർക്ക് കിട്ടിയില്ല. എന്തുകൊണ്ടാ? അറിയുന്നത് കൊണ്ട് തന്നെയാ. പിന്നെയോ ഭയമാണ്. ഇത്രയും പ്രമുഖനായിട്ടുള്ള ഒരു വ്യവസായിയുടെ ഓഡിയോ റെക്കോർഡ് ചെയ്ത് അത് ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇവർ എന്തായിരിക്കും ഇവരുടെ ഉദ്ദേശം എന്ന് ആരെങ്കിലും സംശയിച്ചാൽ, ഭയപ്പെട്ടാൽ എങ്ങനെയാണ് അവരെ കുറ്റപ്പെടുത്താനാവുക? അങ്ങനെയാണ് നമ്മുടെ കറുത്ത ഉടുപ്പൊക്കെ ഇട്ട് പുതിയൊരു സാധനം വരിക. സാധനം ഇപ്പൊ ബാംഗ്ലൂരോ കർണാടക അവിടെ ഇവിടെ സെറ്റില്, പണ്ടെന്ന് ഇവിടെ സ്റ്റേഷനിൽ ടിഷ്യൂ എന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ള തോക്കെടുത്താൽ പിന്നെ
പിന്നെ വെടിവെക്കുക പരിപാടി. കയ്യിലുള്ള തോക്കും എന്നെ ഇല്ലാത്ത തോക്കും ഇതെടുത്ത് വെടിവെക്കുക. അങ്ങനെ പോലീസുകാർ ഇവിടെ നല്ല ചാമ്പി അങ്ങനെ ഇവിടുന്ന് കർണാടകയിലേക്ക് തടിയെടുത്ത ആളാണ് പുതിയ അവതാരം വരുന്നത്. ഈ അവതാരം എന്നെ 16-ാം തീയതി 1:30 മണിയാകുമ്പോൾ എന്നെ വിളിച്ചതാണ്. എന്നെ വിളിച്ചിട്ട് കോഴിക്കോട് ചെല്ലണം പറഞ്ഞു. എനിക്ക് ഇയാൾ വിളിക്കുമ്പോഴേക്കും കോഴിക്കോട് ചെല്ലാൻ ഇയാളല്ലല്ലോ ചെലവിന് തരണം, ഞാൻ അധ്വാനിച്ചിട്ട് വേണ്ടേ. ഞാൻ ജോലി ആവശ്യാർത്ഥം ഞാൻ ഇവിടെ കണ്ണൂർ പോയതായിരുന്നു, എനിക്ക് വരാൻ പറ്റില്ല, തിരക്ക്. അപ്പൊ അർജന്റ് ആണെന്ന്, അയാൾക്ക് അർജന്റ് ഉള്ളതിന് ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെയാണ് പുതിയ അവതാരം വരികയാണ് മക്കളെ. ഈ അവതാരം വന്നതോടുകൂടി സത്യത്തിൽ ഈ സ്ത്രീയെ അതല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ അതല്ലെങ്കിൽ ആ 2 കുട്ടികളുടെ തള്ളയെ ഇത്തിരിയെങ്കിലും വിശ്വാസമുള്ള ആളുകൾ പൂർണ്ണമായിട്ടും തള്ളി പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ഇത് രാമായണ മാസമാണ്. ഭഗവാൻ രാമനെ നമിച്ചുകൊണ്ട് ജപിച്ചുകൊണ്ട് ജീവിക്കുന്ന ഭക്തർക്ക് മുൻപിലേക്ക് ഭഗവാൻ രാമനെ ഇത്ര കണ്ട് നികൃഷ്ട ജീവിയാക്കി ചിത്രീകരിച്ച് രംഗത്ത് വന്നിട്ടുള്ള കാവി അണിഞ്ഞ കാഷായം ധരിച്ച ഈ രുദ്രാക്ഷ മാലയൊക്കെയിട്ട് ഞാൻ സ്വാമിയാണെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ഇയാളെ കൊണ്ടുവരുമ്പോൾ ഈ സ്ത്രീ മനസ്സിലാക്കിയില്ല, എല്ലാ കാലത്തും ഹിന്ദുക്കളെ പറ്റിക്കാൻ, ഭക്തരെ വിശ്വാസികളെ പറ്റിക്കാൻ ഭഗവാൻ അനുവദിക്കില്ല എന്നുള്ളത് ഈ സ്ത്രീ മനസ്സിലാക്കിയില്ല. ഇനിയോ യെസ്, പുതിയ അവതാരം വന്നു കേട്ടോ. സ്വന്തം ഐഡന്റിറ്റി കൊണ്ടെടുക്കേണ്ട അവസ്ഥയാണ് ഭർത്താവിനെ കാണിക്കാൻ. എന്റെ അവസ്ഥയാണ് ഇപ്പോഴത്തെ. അരുൺ എന്ന് പറയുന്നത് എന്റെ സഹോദരനാണ്, എന്റെ കസിൻ ബ്രദറാണ്. ഇവന്റെ അച്ഛൻ മുസ്ലിമും അമ്മ ഹിന്ദുവാണ്. ഓന്റെ അമ്മയുടെ മതം ഇഷ്ടപ്പെട്ടു, ഓൻ അത് സ്വീകരിച്ചു. അതാണ് എന്റെ കൂടെ. എന്റെ ഇക്കാക്ക എന്റെ ഹസ്ബൻഡ് ഗൾഫിലായതുകൊണ്ട് എന്റെ കൂടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല കാര്യം, അതൊന്നും നമ്മളെ ആരെയും ബാധിക്കുന്ന കാര്യമല്ല. പോലും കഴിച്ചിട്ടില്ല, ഇവനെ പിടിച്ചിട്ട് എന്റെ ഭർത്താവാക്കി. എന്നിട്ട് ഈ ഐഡന്റിറ്റി പിടിച്ചിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക്. പിന്നെ ഞാന് കൃഷ്ണനെ വരച്ച് ലക്ഷങ്ങളും കോടി. ഞാൻ കൃഷ്ണനെ വരച്ചു എന്ന് പറയുന്നത്, ഇവർ വരയ്ക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവർ കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയൽ അല്ലാതെ ഇവർ വരയ്ക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവർ കൃത്യമായിട്ട് ഔട്ട്ലൈൻ ഇട്ട, ഇനി ഗ്ലാസ് പെയിന്റിംഗ് ആയിക്കോട്ടെ, ഇനി വേണ്ട ഏതൊരു പേപ്പറിലായിക്കോട്ടെ, അതിന് ഔട്ട്ലൈൻ ഇട്ടിട്ടോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സാക്ഷ്യപ്പെടുത്താൻ ആരെങ്കിലും നിന്നിട്ടുണ്ടോ? ഇല്ല. ഇവർക്ക് വരയ്ക്കാൻ അറിയുമായിരുന്നെങ്കിൽ കണ്ണന്റെ വിവിധ ഭാവങ്ങളിലുള്ള, കണ്ണന്റെ വിവിധ രൂപങ്ങളിലുള്ള, കണ്ണന്റെ മാത്രമല്ല എല്ലാവരെയും ഇവർ വരയ്ക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ബേസിക് ആയിട്ട് ഇവർക്ക് വരയ്ക്കാൻ അറിയില്ല. മാത്രമല്ല ഇവർ വരയ്ക്കുന്ന ഒരു ചിത്രം എടുത്ത് നിങ്ങൾ നോക്കൂ, അടുത്ത ചിത്രം എടുത്ത് നോക്കും, 2 ചിത്രവും തമ്മിൽ ഒരു അണുകിട വ്യത്യാസം ഉണ്ടാവില്ല. ഞാൻ ഒരുപാട് ചിത്രകാരന്മാരോട് ചോദിച്ചു, ഒരേ ചിത്രം തന്നെ നിങ്ങൾ 10 തവണ വരച്ചാൽ അതിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞതെന്നറിയാമോ? മാനുഷികമായിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ എല്ലാത്തിലും വരും. അപ്പോൾ ചിത്രകല അഭ്യസിക്കാത്ത ഈ സ്ത്രീ വരയ്ക്കുമ്പോൾ അതിൽ ഇഷ്ടം പോലെ മാറ്റങ്ങൾ വരും. അഭ്യസിച്ചിട്ടുള്ള അത്ര കണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഒരേ ചിത്രം തന്നെ 10ഓ 100ഓ വട്ടം വരച്ചാൽ നമ്മൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. പക്ഷെ വര അറിയുന്നവർക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇവർ വരയ്ക്കുന്ന ആ ചിത്രങ്ങളിൽ ഒരെണ്ണത്തിൽ പോലും വ്യത്യാസമില്ല. എന്തുകൊണ്ടാണ്? അത് ഇത് തന്നെയാണ്. ഇവർ ഫോട്ടോ കോപ്പി എടുക്കുകയാണോ, ഔട്ട്ലൈൻ ആരെങ്കിലും ഇട്ട് കൊടുക്കുന്നുണ്ടോ, കാർബൺ കോപ്പി വെച്ച് ലൈൻ ഇട്ടതിന് ശേഷം അതിന്റെ മേലെ വരയ്ക്കുകയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ എങ്ങനെയാണ് കുറ്റപ്പെടുത്താനാവുക? അതുകൊണ്ട് ഞാൻ വരച്ചു എന്ന അവകാശവാദമുണ്ടല്ലോ, അത് കള്ളത്തരമാണ്, പൊള്ളത്തരമാണ് എന്നിവിടെ സ്ഥാപിക്കാതിരിക്കാനാവില്ല. അതിനനുസരിച്ചുള്ള തെളിവ് തന്നെയാണിത്. ഇനി എന്താ? സാറിന് ബാങ്കിൽ ഇപ്പോഴും വീടിന്റെ ലോൺ അത് ആരും കാണുന്നില്ല. ഞാൻ വീട് വെച്ചിട്ട് ലോൺ അടയ്ക്കുന്നത് ആരും കാണുന്നില്ല. ഞാൻ ലക്ഷറി കാറിലാ. ഇനി ഇവർ വീട് വെച്ചു, ഞാൻ വീടിന് അടയ്ക്കുന്ന ഒരു ഡോക്യുമെന്റ് ഒക്കെ ഇവർ കാണിക്കുന്നുണ്ട്. അത് ഞാൻ ഒന്നും കൂടെ അങ്ങോട്ട് കേൾപ്പിച്ചേരേ, കാരണം അത് വലിയൊരു വിഷയമാണ്. നോക്കാം. സാറിന് ബാങ്കിൽ ഇപ്പോഴും വീടിന്റെ ലോൺ അടച്ചോണ്ടിരിക്കുക. അത് ആരും കാണുന്നില്ല. ഞാൻ വീട് വെച്ചിട്ട് ലോൺ അടയ്ക്കുന്നത് ആരും കണ്ടിട്ടില്ല. യെസ്. ഇനി ഇവർക്ക് വീട് വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവർ തന്നെ അമൃത ചാനൽ ഏതൊക്കെയോ ചാനലില് ഇന്റർവ്യൂ കൊടുത്തതിന്റെ കുറച്ച് ശകലുണ്ട് മക്കളെ. ആരാ വീട് വെച്ച് കൊടുത്തേ അറിയാമോ? നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട ആ ഓഡിയോയുടെ ഹലോ ഹലോ എന്ന് പറഞ്ഞ ആ ഒരു കിളിനാദത്തിന്റെ ശബ്ദം അപ്പുറത്തെ കിളവനുണ്ടല്ലോ, ആ കിളവനാ വീട് വെച്ച് കൊടുത്തത്. ഈ കിളവൻ വീട് എങ്ങനെ വെച്ച് കൊടുത്തെന്ന് ഇവർ തന്നെ ഏകദേശം മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ട്. ആ വീട്ടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടിട്ട് വേഗം ഓടി വരാം. അദ്ദേഹത്തിനെ പരിചയപ്പെടുന്ന സമയത്ത് ഞങ്ങൾ സാമ്പത്തികമായിട്ട് ആണെങ്കിൽ പോലും പറയാനേ കുറച്ച് അബദ്ധത്തിലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഫോട്ടോ കൊടുത്തു. പിന്നെ അദ്ദേഹമാണ് ഞങ്ങളുടെയൊക്കെ ഫാമിലി കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എന്നെ ഇക്കാതിനെ ഗൾഫിൽ കൊണ്ടുപോയും. ഇക്കാക്ക് ഗൾഫിൽ പോകുന്ന സമയത്ത് ഞാനും മക്കളെന്ന് വെച്ചാല് ഒറ്റക്കായിരുന്നു വീട്ടില്. എന്ന് വെച്ചാൽ ഒറ്റക്കായിരുന്ന വീട്ടിൽ എന്ന് പറയുന്നതിനെക്കാട്ടിലും അടിച്ചുറപ്പില്ലാത്ത ഒരു വീട്ടില് ഞങ്ങൾ 3 ആളൂടി താമസിച്ചതായിരുന്നു, ഞാനും മക്കളൂടി.
അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറയുകയും ഇതാക്കിയൊന്നും ചെയ്തില്ല. പക്ഷെ അദ്ദേഹം ആരോ പറഞ്ഞ് കേട്ടു ഞാനും മക്കളും അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിലാണെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, മോളെ ഒരു മാസം നീ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു പറഞ്ഞു. ഒരു മാസം കൊണ്ട് ഒരു അടിച്ചുറപ്പാക്കിയിട്ട് ഒരു വീട് എനിക്ക് അദ്ദേഹമാണ് ശരിയാക്കി തന്നത്. അപ്പൊ അങ്ങനെ പിടിച്ച് ഒരുപാട് ഇപ്പൊ നിൽക്കുന്നത് ആ വീട്ടില്. അദ്ദേഹത്തിന്റെ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് മറ്റൊരാളെ ഭയക്കാതെ ഇവിടെ ജീവിക്കുന്നത്. നോക്കൂ, ഇവർ പറയുകയാണ് ഇവർക്ക് വീട് വെച്ച് കൊടുത്തത് ഈ നാട്ടിലെ വലിയൊരു ഭഗവാന്റെ നാമം പേറി നടക്കുന്ന വലിയൊരു പ്രമുഖനാണ്. ആ വെച്ച് കൊടുത്ത വീട് ഒരു മാസം ഒന്ന് മാറി നിൽക്കുക. അതായത് അയാൾക്ക് ഫോട്ടോ കൊടുത്തപ്പോൾ അയാൾക്ക് ആ ഫോട്ടോയിൽ ഈ സ്ത്രീയെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അവരുടെ കുടുംബകാര്യങ്ങളൊക്കെ അയാൾ നോക്കുന്നു. ഭർത്താവിനെ ഗൾഫിലേക്ക് കൊണ്ടുപോയത് ആ ചങ്ങാതിയാണെന്ന് പറയുന്നു. വീടും വെച്ച് കൊടുത്തു. ഒരു മാസം കൊണ്ട് ഗംഭീരമായിട്ടുള്ള ഒരു വീട്, അടച്ചുറപ്പുള്ള ഗംഭീര വീട് വെച്ച് കൊടുത്തു. ആ വീട്ടിലാണ് ഇവർ നിൽക്കുന്നത്. പിന്നെ എങ്ങനെയാണ് സഹോദരി നിങ്ങൾ ഈ പറയുന്ന ഇതുമായിട്ട് എങ്ങനെയാണ് മാച്ച് ആവുക? ആ മാച്ച് ആവാത്ത കാര്യം കേൾക്കാം. പിന്നെ ഞാന് കൃഷ്ണനെ വരച്ച് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കി എന്ന് പറയുന്നത്. സാറിന് ആ ബാങ്കിൽ ഇപ്പോഴും വീടിന്റെ ലോൺ അടച്ചോണ്ടിരിക്കുക. അതാരും കാണുന്നില്ല. ഞാൻ വീട് വെച്ചിട്ട് ലോൺ അടയ്ക്കുന്നത് ആരും കണ്ടിട്ടില്ല. അപ്പൊ ചോദിക്കട്ടെ, ഈ വീട് വെച്ച് തന്നത് ഞങ്ങൾക്ക് ദൈവതുല്യനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ഇവർ തന്നെയല്ലേ പറഞ്ഞത്? അപ്പോൾ ഇവർ പറയുന്നതെല്ലാം ശുദ്ധ പച്ച നുണകളാണെന്നേ, കല്ല് വെച്ച നുണകളാണ്. പിന്നെ എങ്ങനെയാണ് ഇവരെ നമ്മൾ വിശ്വസിക്കുക? എങ്ങനെയാണ് ഇവരെ പോലീസുകാർ വിശ്വസിക്കുക? എങ്ങനെയാണ് ഇവരെ കോടതികൾ വിശ്വസിക്കുക? ഇത് നാട്ടുകാർ ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ ആരായി? കുറ്റക്കാരായി. പിന്നെയോ ഒരു സ്ത്രീക്കെതിരെ ഇത്ര കണ്ട് അപവാദം, ഇത്ര കണ്ട് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ഫാൻസ് അസോസിയേഷൻകാരൊക്കെ ഇവിടെ ഒന്ന് കമന്റ് ഇടും. പക്ഷെ ഇവർ പറയുന്നതെല്ലാം പൂർണ്ണ പച്ചക്കള്ളമാണ്. ഒരു മഹത് വ്യക്തി വന്ന് വീട് വെച്ച് തന്ന അയാൾ ഞങ്ങൾക്ക് ദൈവതുല്യനാണ് എന്ന് ഇവർ തന്നെ പറയുന്നു. ആ വീട്ടിലാണ് ഞങ്ങൾ സുഖസുന്ദരമായി ജീവിക്കുന്നത് എന്ന് പറയുന്നു. എന്നിട്ട് ഇപ്പോ കഴിഞ്ഞ ദിവസം ഇവർ പറയാണ് അതിന് ഞങ്ങൾ ലോണിന്റെ പൈസ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ വീട് വെച്ചത് ഈ മുതലാളി ലോൺ എടുത്തിട്ടാണോ സഹോദരി ഈ വീട് വെച്ചത് എന്ന് ഒരാളും ചോദിക്കല്ലേ. ഞമ്മനോട് അതൊന്നും ചോദിച്ചാൽ ഞമ്മക്ക് ഉത്തരമില്ല. ഞമ്മൻ ഓടിച്ചെന്ന് വല്ല വയറ്റു നോക്കിനുള്ള ഗുളികയും കുടിക്കും, വയറിളകും, ആകെ പ്രശ്നമാവുക. ഇനിയോ ഞാൻ ലക്ഷറി കാറിലാ യാത്ര ചെയ്യുന്നതെന്ന് പറയുന്നത്. എന്റെ കാറ് ഷിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് ഡിസൈർ ആണ് തോന്നുന്നു. ബുക്ക് വരെ ഞാൻ കൊണ്ടുവന്നിട്ട് ടൊയോട്ട ഫിനാൻസ് എന്നുള്ളത് അതിൽ 14,000 രൂപ ഞാൻ EMI നോട്ട് ദ പോയിന്റ്. 14,000 സ്വിഫ്റ്റ് വണ്ടിയൊക്കെ എന്നാ ലക്ഷറി ആയതെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത്രത്തോളം നോക്കൂ, സ്വിഫ്റ്റ് കാർ ലക്ഷറി ആണോ അല്ലേ എന്നുള്ളത് പ്രേക്ഷകർ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഓരോരുത്തരും കാറുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ളവർക്ക് ഈ BMW അതല്ലെങ്കിൽ അതൊന്നും ലക്ഷറി ആയിരിക്കില്ല. അതിന്റെയും മേലുള്ള കാറുകളായിരിക്കാം ലക്ഷറി. പക്ഷെ 14,000 രൂപ EMI അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ വരുമാനം എത്രയാവണം? നോക്കൂ, നമ്മുടെ സാധാരണക്കാരൻ ഇന്ന് അരി വാങ്ങാനില്ലാതെ കാശില്ലാതെ നെട്ടോട്ടം ഓടി നടക്കുന്ന ഓരോ സാധാരണക്കാരന്റെയും വലിയ കൂലിയും ശമ്പളവും ഒക്കെ എത്രയാ? മാക്സിമം 15,000, 12,000, 10,000 രൂപയും 6,000 രൂപയ്ക്കൊക്കെ ജോലി എടുക്കുന്ന സ്ത്രീകളൊക്കെ ഇഷ്ടം പോലെ ഇല്ലേ? അങ്ങനെ ഇരിക്കുമ്പോ ഇവർ പറയാണ് ഞാൻ വലിയ ലക്ഷറി എന്നല്ല, അടിച്ചു പൊളിച്ചൊന്നും അല്ല ഞാൻ ജീവിക്കുന്നത്, ഞാൻ വെറും 14,000 രൂപയാണ് കാർ എടുത്തതിന് മാത്രം ലോൺ അടയ്ക്കുന്നത്. പിന്നെ ഇവരുടെ ചെലവും കാര്യങ്ങളും എല്ലാം കൂട്ടുമ്പോൾ എത്രയായിരിക്കും? ഒരു 10-30,000 രൂപ ഇവർക്ക് മാസത്തിൽ വേണം. എന്നിരുന്നാലും എന്റെ ജീവിതം ലക്ഷറി അല്ല. ഇവർ തന്നെ പറയുന്ന വാക്കുകളുടെ ജെനുവിനിറ്റി നിങ്ങൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ വാക്കുകൾ കേൾപ്പിച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ പറയുന്നത്. ഇവർ വീട് ഇവർക്ക് ഏതോ ആ മുതലാളി ഫോൺ ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം. അയാൾ വെച്ചു കൊടുത്തു എന്ന് പറയുന്നു. എന്നിട്ട് ആ വെച്ചു കൊടുത്ത വീടിന് ലോൺ ഞാൻ അടയ്ക്കുന്നുണ്ട്. അപ്പൊ ഇവരെ കൊണ്ട് ലോൺ എടുപ്പിച്ചിട്ടാണോ ആ മുതലാളി വീട് വെച്ചു കൊടുത്തത്? ലക്ഷറി കാർ എടുത്തു എന്ന് പറയുന്നു. ലക്ഷറി കാർ അല്ലെങ്കിൽ വേണ്ട, 14,000 രൂപ EMI അടക്കുന്ന എന്നെ കാണുന്ന ഏതെങ്കിലും പ്രേക്ഷകർ ഇവിടെയുണ്ടോ? കാറിന് ഒരു കാരനായിട്ടുള്ള ഒരു വ്യക്തി 14,000 രൂപ കാറിന് ലോൺ അടയ്ക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാം. ഇനി എന്താണ് ഇവർ പറയുന്നത്? ഉപദ്രവിക്കാണ്. ഭർത്താവിന്റെയോ കുഞ്ഞുങ്ങളെയോ ഫോട്ടോ പുറത്തു വിടാൻ എനിക്ക് പേടിയാണ്. എന്നെ ഉപദ്രവിക്കുമ്പോൾ അതുങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് കരുതിയിട്ട്. എന്നിട്ട് എനിക്ക് ഭർത്താവില്ല, എനിക്ക് മക്കളില്ല, ആരുമില്ല. ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല കേട്ടോ, ഇതൊക്കെ ഇവര് പറയുന്ന നടക്കുന്നത്. ഇതില് ഒരു പോയിന്റ് വ്യക്തമായിട്ട് മാധ്യമം. യെസ്, ഇനി നമ്മുടെ മുതലാളി നമ്മുടെ അവതാരം പിറവിയെടുക്കുകയാണ്. ആരാണ്? ടിഷ്യൂ ചാമി വരികയാണ്. കേൾക്കാം. കെട്ടിയിട്ടിട്ടാണ് ഈ കുട്ടിയെ റേപ്പ് ചെയ്യുന്നത്. ഇത്
മകന്റെ ചികിത്സയ്ക്ക് വേണ്ടി നോക്ക്, കെട്ടിയിട്ടാണ് റേപ്പ് ചെയ്തെന്നൊക്കെ ഇവർ പറയുമ്പോൾ ഇവരുടെ തൊട്ടടുത്ത് ഈ സ്ത്രീയെ ഇരുത്തിയിട്ടുണ്ട്. ഇവർ ഒരു ഇരയാണ്, റേപ്പ് ഇരയാണെന്ന് ഇയാൾക്കും ബോധ്യമുണ്ട്, ഈ ഇന്റർവ്യൂ എടുത്ത് പബ്ലിഷ് ചെയ്ത ചാനലുകാർക്കും ബോധ്യമുണ്ട്. പക്ഷെ ഇയാൾ പറയുന്ന ഡയലോഗ് കുറച്ച് കഴിഞ്ഞിട്ട് കേൾക്കണം. എന്റെ പേരും എന്റെ ചാനലിന് അതിന് ഫ്രീ പബ്ലിസിറ്റി തന്നതിന് ഇയാളോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറയേണ്ടതുണ്ടല്ലോ. ന്യൂസ് കഫേ എന്നുള്ള ചാനൽ എല്ലാവരും കേൾക്കുന്നു, VK ബൈജുവിനെ കേൾക്കുന്നു. അത്തരം സത്യം പറയുന്ന ആളുകൾ എല്ലാവരും അറിയണം, അത് അറിഞ്ഞിരിക്കണല്ലോ. ഇനി നമ്മുടെ അവതാരം ചാമിയുടെ വാക്കുകൾ കേൾക്കാം. മുഖാന്തരം ആ ആളെ കണ്ടെത്തി. ആ ആളുടെ വീട്ടിലെത്തുന്ന സമയത്ത് അയാൾ കെട്ടിയിട്ട് റേപ്പ് ചെയ്യുന്ന ആ ഇൻസിഡന്റിനെ എന്തുകൊണ്ട് കൃത്യമായിട്ട് തെളിവെടുത്ത് പോലീസ് കോടതിയിൽ എത്തിച്ചില്ല എന്നുള്ളത് അത് ചോദ്യം ഒരു പ്രധാന കാര്യം. ഇത് മാത്രമല്ല, ഈ കുട്ടിക്കെതിരെ ഓൺലൈൻ ഗുണ്ടകൾ ഈ പറയുന്ന എന്തൊക്കെയാണ്, അതായത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന സുരേഷ് ഗോപിനെ, ഇവരെ സഹായിച്ചിട്ട് ഇവരുടെ നിന്ന് ചിത്രം സ്വീകരിച്ച നരേന്ദ്ര, ഒരു ഗുണ്ട ഞാനാട്ടോ, അതുപോലെ തന്നെ ഇവർക്ക് സഹായം ചെയ്ത ഗോകുലം ഗോപാലേട്ടനെ, അതുപോലെ തന്നെ ഇവര് RSSന്റെ കാര്യാലയത്തിൽ പോയതിന് RSSകാരെ, അതുപോലെ ഇവരെ മതം നോക്കാതെ ഒപ്പം നിന്ന് ഇവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും ഒരേ രീതിയിൽ അപമാനിക്കുകയാണ്. ഈ അവസ്ഥ ഞാൻ കടന്നുപോയതാണ്. നിങ്ങൾക്കറിയാം, May 17 ഇഷ്യൂ 2008 എന്റെ അമ്മേനെ എന്റെ അമ്മയല്ല എന്ന് പറഞ്ഞ് അന്ന് ആ സമയത്ത് എന്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ട്, സന്തോഷ് മാധവന്റെ കൂടെ ഒരുപാട് സ്ത്രീകളുണ്ട്, ഭദ്രാനന്ദ് ഒരുത്തിയെ വെച്ചോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് എന്റെ വീട് ആക്രമിക്കാൻ വരുന്ന സമയത്താണ് അന്ന് ഞാൻ തോക്കെടുത്തോണ്ട് ഇറങ്ങുന്നത്. അന്ന് അത് ആലുവ പോലീസ് സ്റ്റേഷനിലെത്തി. അതിന്റെ അനന്തരഫലം 6 പേരുടെ മരണത്തില് അടുത്ത May 17, 2009 വരെ അത് എത്തിച്ചു. പിന്നെന്താ അന്ന് ഞാൻ അനുഭവിച്ചു ഈ വേദന എന്താ. കേരളത്തിൽ 14 വർഷം ഞാൻ ഭിക്ഷ എടുക്കുന്ന പോലെ ഞാൻ നടന്നു. ആരും എന്നെ സപ്പോർട്ട് ചെയ്യാനില്ല. തനിക്കാക്കി വിടക്കാക്കുന്ന ഇപ്പോഴും ഇല്ലെന്നേ സ്വാമി. ഒരു മനുഷ്യനാകുമ്പോ മനുഷ്യന് എന്തെങ്കിലും ഒരു വിശ്വാസ യോഗ്യത വേണം. ആ വിശ്വാസ യോഗ്യതയുള്ള ഒട്ടേറെ ആയിരക്കണക്കിന് സ്വാമിമാരും സന്യാസിമാരും അതല്ലെങ്കിൽ ആത്മീയ തലത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ ഈ നാട്ടിലുണ്ട്. അവർക്ക് ഈ സമൂഹം കൃത്യമായിട്ടും വില നൽകുന്നുണ്ട്. നിങ്ങൾക്ക് വില കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് ഞമ്മന്റെ നെഞ്ചത്തോട്ട് കയറിയിട്ട് കാര്യമില്ല, നിങ്ങൾ തന്നെയാണ് അതിന് ഉത്തരവാദി. ഇനി എന്താ പറയണ നമ്മളെ ചാമി? പൈശാചിക ചിന്ത പേറി നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവര് ഈ കുട്ടീനെ ഇത്രയും ക്രൂരമായിട്ട് സമൂഹത്തിൽ പോർട്രേറ്റ് ചെയ്യുമ്പോ അല്ലെങ്കിൽ പിക്ചറൈസ് ചെയ്യുമ്പോ ആരെങ്കിലും ഈ കുട്ടിയെ സഹായിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട്? അതാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ. എന്തുകൊണ്ടാണ് ഈ ഇത്രയും പിക്ചറൈസ് ചെയ്തുകൊണ്ട് ഈ കുട്ടിക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ ആരും സഹായിക്കാത്തത്? എന്തുകൊണ്ടാണ്? ആളുകൾക്ക് കുറച്ചൊക്കെ ആൾതാമസം വന്നു തുടങ്ങി. കാര്യങ്ങൾ കൃത്യമായിട്ട് തെളിവ് സഹിതമാണ് ആളുകൾ കാണുന്നത്, അല്ലാണ്ട് നിങ്ങൾ കാണുന്ന ആ തെളിവല്ല ഈ ജനങ്ങൾ കാണുന്നത് ചാമി. കാരണം ഈ അവസ്ഥ ഇനി ഇതുപോലെ തന്നെ ഒരുപക്ഷെ ഇതിൽ നിന്നും ക്രൂരമായ അവസ്ഥകൾ നേരിടുന്ന പല സഹോദരിമാരും ഇവിടെയുണ്ട്. അവർക്ക് നമ്മളൊക്കെ ഇവിടെ ഉള്ളപ്പോ, നിങ്ങൾ എല്ലാവരും ഇവിടെ ഉള്ളപ്പോ ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നിയമത്തിന്റെ മുന്നിൽ ഈ പറയുന്ന ക്രിമിനലിനെ അയാൾക്ക് ബാക്കപ്പ് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു വലിയ വ്യവസായി ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ അയാളെ ബാക്കപ്പ് ചെയ്യുന്ന പൊളിറ്റിക്കൽ ആ ഗ്രൂപ്പ്, അതെല്ലാം ഇവരാരാന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ ഒരു BJP-യിലെ വനിതാ നേതാവ് കൂടെ ഇവരുടെ പിറകിൽ ഇവരെ ആക്രമിക്കാൻ നടക്കുന്നുണ്ട്. നോക്കൂ, ശോഭ സുരേന്ദ്രനെയാണ് ഇവർ ഉദ്ദേശിച്ചത്, BJP-യിലെ വനിതാ നേതാവ്. ശോഭേച്ചി ഈ സാധനത്തിന് അറിഞ്ഞിട്ടും കണ്ടിട്ട് പോലും ഉണ്ടായിരിക്കില്ല. ഈ ശോഭേച്ചിനെയൊക്കെയാണ് നമ്മന്റെ തോക്കുസ്വാമി ഇങ്ങോട്ട് വലിച്ചടയ്ക്കുന്നത്. എന്തുകൊണ്ടെന്നറിയാമോ? ഈ തോക്ക് ചാമി കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തോട്ട് ഓഡിയോടെ കുറച്ച് ശകലുണ്ടല്ലോ, ആ മുതലാളി ഉണ്ടല്ലോ, ആ മുതലാളി ശോഭേച്ചിയെ ഇലക്ഷൻ സമയത്ത് ആലപ്പുഴ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദ്രോഹിച്ചതിന്റെ വിവരമൊക്കെ നാട്ടുകാർക്ക് അറിയാം. അപ്പോ ആ മുതലാളിയെ വെളുപ്പിച്ചെടുക്കേണ്ടത് ഞമ്മന്റെ ഈ ആവശ്യമാണ്. ആ മുതലാളിയുടെ പൈസയും കൊണ്ട് ഇപ്പൊ ജീവിക്കുന്ന, അതല്ലെങ്കിൽ ആ മുതലാളി ഫണ്ട് ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകുന്ന ഈ തോക്ക് ചാമിക്ക്, അതുകൊണ്ട് ആ മുതലാളിയെ വെളുപ്പിച്ചെടുക്കേണ്ടത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഒരു BJP-യിലെ വനിതാ നേതാവ് എന്നൊക്കെ പറയുന്നത്. നോക്കാം. മാധ്യമ ഓൺലൈൻ ഗുണ്ടകൾ, അതായത് മെയിൻ സ്ട്രീം മീഡിയ അല്ല, ഈ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങി പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള ആധികാരികയും ഇല്ലാതെ ഇങ്ങനെ ഈ ആൾക്കാരെ പറ്റി ബാക്ക് മൗത്ത് കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ഇവരെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കണം. ഇത് പോലീസ് കൃത്യമായിട്ട് ഇതൊരു മാതൃകാപരമായ ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ, വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ നമുക്കൊക്കെ കാണാൻ പറ്റുന്നതാണ്, എന്നെ കുറിച്ചാ പറയുന്നത്, ഒരു കമന്റോ ഒരു പോസ്റ്റോ ഇട്ട് കഴിഞ്ഞാൽ അവൻ നാളെ അറസ്റ്റിലാണ്. ഇവിടെ ആർക്കെതിരെയും എന്തും പറയാം. അതുപോലെ ഈ ഒരു അമ്മ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, കുട്ടിയുടെ ജീവന് വേണ്ടിയിട്ട് അമ്മ എന്തും ത്യജിക്കുന്ന ഒരു അമ്മയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ കുട്ടിയുടെ മാനസികാവസ്ഥ ഒന്ന് നന്നാക്കാൻ വേണ്ടി സൈക്കാട്രിസ്റ്റ് ആണെന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെട്ട് അവന്റെ അടുത്ത് പോകുമ്പോ അവൻ കെട്ടിയിട്ട് റേപ്പ് ചെയ്യും. ഇത് തനിയാണ് പോണത് ഡോക്ടറെ അടുത്തോട്ട്. ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കേസാണ്. ഇത് നിങ്ങൾ തന്നെ ഇടപെട്ടാലേ ഇതിൽ എന്തെങ്കിലും ഇതാവുള്ളൂ. കാരണം ഈ കുട്ടിയെ പിച്ച് ചീന്തുകയാണ്. സോഷ്യൽ മീഡിയ നോക്കണം എന്തുമാത്രമാണ്. അതുപോലെ തന്നെ ഈ ശബരിമല കലാപം നടത്താൻ ശ്രമിച്ച ടീം, അവരെ ഒരു കാരണവശാലും അവരെ നമുക്ക്
ഈ സമൂഹത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും? നോക്കൂ, ശബരിമല കലാപം നടത്താൻ ഇറങ്ങിയ ആളുകൾ എന്ന് ഇയാൾ പറയുന്നത് ആരെയൊക്കെയെന്ന് അറിയാമോ? അഡ്വക്കേറ്റ് പ്രതീഷ് വിശ്വനാഥിനെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം അന്ന് AHP-യിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പിന്നീട് അദ്ദേഹം പാർട്ടി വിട്ടു. ഇന്ന് ഹിന്ദു സേവാ കേന്ദ്രം എന്നും പറഞ്ഞുകൊണ്ട് ഹൈന്ദവർക്ക് തന്നാലാവുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടന, അതല്ലെങ്കിൽ ആ ഒരു ഏത് രീതിയിലും സാമൂഹ്യ സംഘടനയാണ്, ട്രസ്റ്റോ എന്തോ ആയിക്കോട്ടെ, ഹിന്ദു സേവാ കേന്ദ്രം, ഒരാൾക്കെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റാത്ത ഈ ചങ്ങാതിയാണ് അവരെ ഈ കൃത്യമായിട്ടും ശബരിമലയിൽ കലാപം നടത്താൻ എന്ന രീതിയിൽ ഈ നമ്മുടെ മുൻപിൽ തന്നെ അവതരിപ്പിക്കുന്നത്. അവിടെ തന്നെയുണ്ട് എന്താണ് ഇയാളുടെ ഉദ്ദേശം. ഈ ശബരിമല വിശ്വാസികളെ കലാപകാരികളാക്കി ചിത്രീകരിക്കുക, ആ കലാപകാരികളാക്കി ചിത്രീകരിക്കുന്നതിലൂടെ ശബരിമല പോലും തകർക്കുക, ഏത് ക്ഷേത്രത്തെയും തകർക്കുക എന്ന് ഇവിടെ ആർക്കൊക്കെയാണോ അജണ്ടയുള്ളത് ആ അജണ്ടയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഈ വ്യക്തി പറയുകയാണ് ശബരിമല തകർക്കുന്ന ആളുകൾ എന്ന്. ആരൊക്കെയാണ്? ആർ ശ്രീരാജ് ആറ്, അതുപോലെ ശ്രീരാജ് കൈമളോ എന്താ അങ്ങനെയാണ് അദ്ദേഹത്തെ വിളിക്കാറ് തോന്നും. പിന്നെ നമ്മുടെ പ്രതീഷ് വിശ്വനാഥ്, ബാക്കിയൊക്കെ പറയുന്നുണ്ട്, കേൾക്കാം. ഈ കുട്ടിക്കെതിരെ എന്തുമാത്രം വ്യാജ ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സല്ലേ വേദനിക്കുന്നത്? പ്ലീസ്, നിങ്ങൾ എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തേ പറ്റുള്ളൂ. മാത്രമല്ല, ഈ പോക്ക് പോവുകയാണെങ്കിൽ പറയുന്നതിനേക്കാളും അപ്പുറമുള്ള ദുരന്തങ്ങൾ ഈ കേരളം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും. സീരിയസ്ലി. ഇതാണ് അരുൺ എന്ന് പറയുന്ന പയ്യൻ. ആരെ കണ്ടാലും ഇവരെ പിടിച്ച് ഭർത്താവാക്കുക. കമന്റുകൾ നോക്കണം. ഓരോ VIP-കളുടെയും പേര് വെച്ചിട്ട് ഇവരുടെ ഭർത്താവല്ലേ അയാളല്ലേ ഇവരെ ഉപയോഗിക്കുന്നത്. എങ്ങനെ സഹിക്കാൻ പറ്റുക? ഒരു സ്ത്രീനെ 5000 വർഷമായിട്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇതുപോലുള്ള പുരുഷന്മാർ ഈ സ്ത്രീകളെ പീഡിപ്പിക്കുകയും ചവിട്ടി തേക്കുകയും ചെയ്യുന്ന ചരിത്രം പഠിച്ചാൽ നാടാണെന്നാണല്ലോ പറയുന്നത്. ഇത് ഒരു ഭാരതാംബയുടെ ഇതല്ലേ? എന്തുകൊണ്ട് ഇവിടെ ബാക്കിയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് മുന്നോട്ട് വരുന്നില്ല? ഇതുപോലുള്ള സോഷ്യൽ ഇവിൾസിനെ സ്റ്റോപ്പ് ചെയ്യാൻ വരുന്നില്ല? ഇവൾ നമ്മളുടെ സഹോദരിയും കൂടിയാണ്. എന്നിപ്പോ ഞാൻ ഈ കുട്ടീനെ ഇവിടെ വിളിച്ചെടുത്ത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഞാൻ ഈ ഒരു അനുഭവം കടന്നുപോയ ആളാണ്. പ്ലീസ് ട്രൈ ടു ഹെൽപ്പ്. ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. എന്തെങ്കിലും പറയാനോ? എനിക്ക് ഒറ്റൊന്നേ ചോദിക്കാനുണ്ടോ? ഒരാളുടെ പേരിൽ ഒരു കേസ് കൊടുത്തെന്ന് വെച്ച് എങ്ങനെയാണ് ഹണി ട്രാപ്പുകാരിയാവുക എന്നുള്ളത്? ഈ കേസ് കൊടുക്കുന്നതും കേസ് തോൽക്കുന്നതും ജയിക്കുന്നതും ഒക്കെ സ്വാഭാവികമാണ്. ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവരുടേതൊന്നും എടുത്തു വെക്കാതെ എന്റേത് മാത്രം എടുത്തു വെച്ച് എന്നെ മാത്രം ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്തിന്റെ പേരില്ല? ഞാനൊരു ചിത്രം വരച്ചതിന്റെ പേരിലോ? അതല്ലേ സിമ്പതി? ഇതാണ് സിമ്പതി. ഇതിന് മാത്രം എന്താണ് ഈ തെറ്റുള്ളത്? ഞാൻ എന്റെ ഒരു കഴിവിനെയാണ് വിളിക്കുന്നത്. അത് കഴിവിനല്ല, കഴിവ്. എന്ത് കഴിവാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുകൂടി ഒന്ന് വ്യക്തമാക്കണം. ഇവരുടെ കഴിവ് എന്താണ്? ഇവർ യഥാർത്ഥത്തിൽ ചിത്രം വരയ്ക്കുന്നവരാണോ എങ്കിൽ അവർ തെളിയിക്കേണ്ടത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അവരുടെ കഴിവിനെ കുറിച്ചൊന്നും നമ്മൾക്ക് ചോദിക്കേണ്ട അറിയേണ്ട ആവശ്യമില്ല. എന്നാലും ഓരോരുത്തര് മതം വെച്ചായിട്ട് തുപ്പുക ചെയ്യുന്നത്. അതിന്റെ ഒരു ഇരയാണ് ഞാൻ. ഈ കൊടുത്ത കംപ്ലൈന്റുകളൊക്കെ നിങ്ങൾക്കൊന്ന് എടുത്ത് പരിശോധിച്ചാൽ അറിയാം എവിടുന്ന് എങ്ങനെയാന്നുള്ളത്. ആ FIR-നകത്ത് കറക്റ്റ് ഡീറ്റെയിൽ ചെയ്തു. എന്ത് ഇൻസിഡന്റ് ആണ് ഒരു വ്യക്തിയുടെ പേരിൽ കൊടുത്തെന്ന് വെച്ചാൽ എല്ലാവരുടെ പേരിലും ഞാൻ അത് കൊടുത്തെന്ന് പറഞ്ഞു ഒരു തെളിവും ഇല്ലാണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ അത്രയ്ക്ക് അപമാനിക്കുക ചെയ്യുന്നത്. എനിക്കും എന്റെ കുടുംബത്തിനും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തോ എന്നിട്ടും നിർത്തിയിട്ടില്ല. ഇപ്പോഴും ഓൺലൈൻ ഓരോരുത്തർ യൂട്യൂബിൽ അവർക്ക് തോന്നുന്നത് പറയുക ചെയ്യുന്നത്. ഇതൊന്നും അവരുടെ അടുത്ത് തെളിവില്ല. എന്നാൽ തെളിവ് കൊണ്ടുവന്നിട്ട് പറയണ്ടേ? ഞാനൊരു സ്ത്രീയാണ് എന്നുള്ള പരിഗണന പോലും തരാതെയാണ് സ്ത്രീകൾ വരെ ഇത് പറയുന്നത്. നോക്കൂ, രണ്ട് കുട്ടികളുടെ ഉമ്മ ഒരു സ്ത്രീയാണ്, അതും കൃഷ്ണന്റെ ഫോട്ടോ വരച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ള പരിഗണന കൊടുത്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ പറയുന്ന സ്ത്രീയുടെ പേര് ഇത്ര കണ്ട് ലോകം അറിഞ്ഞത്. അതിന് ലോകം അറിയാൻ കാരണം ആരാണ്? വിശ്വാസികൾ, ഭക്തരായിട്ടുള്ള ഭഗവാന്റെ വിശ്വാസികൾ, ഭഗവാന്റെ ആ ഒരു ആളുകൾ അവർക്ക് കൊടുത്ത സപ്പോർട്ടാണ്. ആ സപ്പോർട്ടിനെയാണ് ഇവർ തള്ളി പറയുന്നത്. ഇനി അത് എന്തിനു വേണ്ടിയിട്ടാ? സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്തതൊക്കെ മറച്ചു വെച്ചു. ആ മറച്ചു വെച്ചതെല്ലാം പുറത്തു വന്നു. അത് തന്നെയാണ് നിങ്ങൾ ചെയ്തത്. ഇനിയാ അതുപോലും ചിന്തിക്കാണ്ട് എന്നെ കുറിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഇങ്ങനെ ചിത്രം വരയ്ക്കുന്നതിന്റെ പേരിലോ? അതാണോ സമൂഹം കാണുന്ന ഇത്രയും വലിയ തെറ്റ്? ക്യാപിറ്റൽ വിഷൻ 24/7 എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഗുണ്ട, ഇവരുടെ സത്യം വിളിച്ചു പറയുന്നവരൊക്കെ ഗുണ്ടകളാണ്. ഒരു ഗുണ്ട, അവന് ഹിന്ദു മതസ്ഥനാണെന്നായിരുന്നു പറഞ്ഞത്. ഒരു ഗുണ്ട. പിന്നീടാണ് അവർ അറിയുന്നത് അത് ഹിന്ദു മതസ്ഥൻ ഒന്നല്ല, അവൻ മുസ്ലിം ആണ്. റോഷൻ, ഷെനീത്ത്, SK,
KRS അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ വ്യക്തിയുടെ പേരിൽ പല സ്ത്രീകളും പരാതിപ്പെട്ടിട്ടുണ്ട്. പലര് കുടുംബം നശിപ്പിച്ചൊരു പയ്യനാണ് ഇവര്. നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ചാൽ അറിയാം. ഏതോ മറ്റൊരു ചാനലിനെ കുറിച്ചാ പറയുന്നത്, എനിക്ക് അറിയില്ല കേട്ടോ ആ ചാനൽ. പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലും പോലീസുകാർ അന്വേഷിക്കാതെ അവന് സപ്പോർട്ടായിട്ട് ഇവര് കൊടുക്കുന്ന ഒരു പരാതിയും പോലീസ് അന്വേഷിക്കണില്ല, പോലീസ് തെളിവെടുക്കുന്നില്ല, പോലീസ് അവരുടെ മൊഴി എടുത്തതല്ല കോടതിയിൽ കൊടുക്കുന്നത്. എല്ലാം ഇവർ തന്നെയാണ് പറയുന്നത്. ആലോചിച്ച് നോക്കൂ, പോലീസുകാരെ നിങ്ങളും ഇത് കാണുന്നില്ലേ? ഇവരുടെ കേസ് അന്വേഷിച്ച് അതിൽ നീതി നിർവഹണം നടത്തിയിട്ടുള്ള ആളുകളെ കൂടിയാണ് ഇവർ പച്ചയ്ക്ക് തള്ളി പറയുന്നത്. അത് നമ്മുടെ ടിഷ്യും ചാമീനിയും വെച്ചുകൊണ്ട്. ഈ നിയമം നിന്നത് നിയമത്തിന് ഒരു കുഴപ്പമുണ്ട്. നിയമത്തിന് പോലീസ് തെളിവ് കൊടുത്താൽ മാത്രമേ, കോടതിയിൽ എത്തേണ്ട തെളിവ് എത്തിയാൽ മാത്രമേ നിയമത്തിന് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതിന്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതാണ്. ഇവന് അന്നത്തെ മാറാട് SI തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു SI ആയിരുന്നു. അവര് അറസ്റ്റ് ചെയ്യാൻ പോയടുത്തുനിന്ന് ഇവർ അറസ്റ്റ് ചെയ്യാണ്ട് പോകുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ സാറേ തോമസ് എന്ന് പറയുന്ന സാറ് കേൾക്കേണ്ടതാ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. ഈ സിദ്ദീഖ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ MLA ആണ് എല്ലാവിധ സപ്പോർട്ടും ഓൾക്ക് ചെയ്തു കൊടുക്കുന്നത്. റോഷന്റെ ഫാമിലിയുടെ എന്തോ ആണ് പോലും ഈ സിദ്ദീഖ് എന്ന് പറയുന്നത്. അവരുടെ ചുറ്റുപാടൊന്നും നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. അവന്റെ ഉമ്മ ഒരു സഹകരണ ബാങ്കിൽ വർക്ക് ചെയ്യാണ്. മാന്തോട്ടം ബ്രിഡ്ജിന്റെ താഴെ കൂടെ അവിടെ ഒരു പള്ളിന്റെ അടുത്താണ് ഇവന്റെ വീട്. 1.5 കോടിയുടെ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അവർക്ക് ഈ ഒരു സ്ത്രീക്ക് മാത്രമേ ആ കുടുംബത്തിൽ വരുമാനമുള്ളൂ. പിന്നെ ഇവര് ഇങ്ങനെ പൈസ ഉണ്ടാക്കും. എന്നിട്ട് പേര് മുഴുവനോ ഈ ലോണും കടബാധ്യതകളും ആയിട്ട് സാധാരണക്കാരായിട്ട് ജീവിക്കുന്ന എനിക്ക് ഞാൻ ഇതൊക്കെ കൊണ്ടുവന്ന് നടക്കുന്ന ലോണ് എന്തിനു വേണ്ടിയിട്ടാന്ന് ആലോചിച്ചോക്കണം. അരി വാങ്ങാൻ വേണ്ടിയിട്ടല്ല. എന്തിനു വേണ്ടിയിട്ടാ? ഇവർക്ക് ലക്ഷറി കാറ് വാങ്ങാം. അതിന്റെ അടവ് എത്രയാ? മാസത്തിൽ 14,000 രൂപയാ. പിന്നെയോ മുതലാളി വെച്ചു കൊടുത്ത വീടിന് ലോണ് ഇവർ അടയ്ക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ പാവം മുതലാളി വെച്ചു കൊടുത്ത ലോണ് എടുത്തിട്ടാണോ മുതലാളി വീട് വെച്ചു കൊടുത്തത്? എനിക്ക് അരക്കണർ ആ ഭാഗത്തേക്കും ഈ 2 വീട്ടിൽ നിന്ന് എനിക്ക് ഈ ഇൻസിഡന്റ് ഇങ്ങനെ തുടർന്നത് കൊണ്ടും ഇവൻ പൈസ ആവശ്യപ്പെടൽ കൂടിയത് കൊണ്ടും എന്റെ കുഞ്ഞുങ്ങളെ വീട്ടിൽ വന്ന് ഉപദ്രവിക്കുന്നത് കൊണ്ടുമാണ് ഞാൻ പരാതി കൊടുത്തത്. ഞാൻ അന്നത്തെ എന്റെ സാഹചര്യം എന്ന് പറയാൻ അടിച്ചുറപ്പില്ലാത്തൊരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഈ 2017 അടിച്ചുറപ്പില്ലാത്തൊരു വീട്ടില് ഞാനും എന്റെ 2 മക്കളും ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോടെ അനുഭവിക്കുന്നെന്ന് പറഞ്ഞതിന് ശേഷം ഗോപാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് എന്റെ വീട് അടിച്ചുറപ്പാക്കി തന്നെ എന്റെ മാനം കാക്കാൻ സംരക്ഷിച്ച ഒരു മനുഷ്യനാണ്. ആ ഗോപാലേട്ടനെ പറ്റി വരെ ഇപ്പൊ സമൂഹത്തിൽ മോശമായിട്ട് സംസാരിക്കുന്നത്. ഇന്നേ വരെ ഒരു പടച്ചോനെ തുല്യല്ലാണ്ട് ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. അത്രത്തോളം നോക്ക്, ഇവർ തന്നെ പറയാണ്, പണ്ട് ജഗതി ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് എന്നെയാണ്, ഇത് എന്നെ തന്നെയാണ്, ഇത് എന്നെ തന്നെയാണ്, ഇത് ഞാനാണ് എന്ന രീതിയിൽ ഒരു സിനിമ ഡയലോഗ് എല്ലാവർക്കും ഓർമ്മയില്ലേ? ഈ നമ്മൾ ആരും ഈ പറയുന്ന ഇവർ പുറത്തുവിട്ട ഇവർ പറയുന്ന ഈ ഗോപാലേട്ടന്റെ വോയിസോ അല്ലെങ്കിൽ ഗോപാലേട്ടന്റെ ചിത്രോ ഒന്നും നമ്മളാരും പുറത്തു വിട്ടിട്ടില്ല. പക്ഷെ ഇവർ പറയുന്നു ആ പുറത്തു വിട്ടത് ഗോപാലേട്ടന്റെ. നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഗോപാലേട്ടന്റെ ഒരു വോയിസോ ഒരു ചിത്രമോ ഈ ചാനലിലൂടെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ആരെങ്കിലും കേട്ടോ? ഇല്ലല്ലോ. പക്ഷെ ഇവർ പറയാണ് ഇത് ഞാനാണ്, ഇത് എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത്. എനിക്ക് കേൾക്കാം. വൃത്തികെട്ട മനസ്സുള്ള ചിന്താഗതിക്കാരാണ് ഈ സമൂഹത്തിലുള്ളത്. ശോഭ സുരേന്ദ്രൻ എന്ന് ആ ഒരു വീഡിയോയിൽ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട്, പ്രാവശ്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഈ ശോഭയുടെ ഒരു ഓൺലൈൻ ഗുണ്ടയുണ്ട്. അയാളാണ് ഞാനാ ഗുണ്ട. എന്നിട്ട് അയാളെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ശോഭ ചേച്ചി അറിയിക്കുന്നു. ശോഭ ആരാ? നീ ആരാ? ടിഷ്യൂ ചാമി ബൈജു ന്യൂസ് കഫേ എന്ന് പറഞ്ഞ് നടത്തുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഒരു മാധ്യമ പ്രവർത്തകൻ ന്യൂസ് കഫേ ലൈവ്
നോക്കൂ, കൃത്യമായിട്ടും ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആരാണ് എന്താണ് എന്നുള്ളതെല്ലാം. നമ്മൾക്ക് ആരെയും ഉപദ്രവിക്കണമെന്ന് ആർക്കും ഒരു ഉദ്ദേശവുമില്ല. പക്ഷേ ഇവിടെ ഉപദ്രവിക്കപ്പെടുന്നത് ആരാണ് എന്നും എന്തിനാണ് ഇവിടെ ഉപദ്രവിക്കപ്പെടുന്നത്, ഇത്ര കണ്ട് എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്നും അറിയിക്കേണ്ടത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ തന്നെ എന്റെ ഉത്തരവാദിത്തമാണ്. അതിനെതിരെ എന്ത് നടപടി വന്നാലും അത് നേരിടാൻ ഞാൻ തയ്യാറാണ്. അത് ആര് വന്നാലും ഏത് വന്നാലും എങ്ങനെ വന്നാലും അതിൻ്റെതായുള്ള രീതിയിൽ തന്നെ നിയമത്തിന്റെ ബഹുമാനത്തോടുകൂടി അവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ നേരിടുമെന്ന് മാന്യ പ്രേക്ഷകരോട് പറയുകയാണ്. ഇത് എന്റെ പേര് വലിച്ചഴച്ചത് കൊണ്ട്, ഞാൻ ഇവിടെ ആരുടെയും പേരോ മറ്റൊന്നും വലിച്ചഴച്ചിട്ടില്ല. പക്ഷെ ഇവിടെ എന്നെ വലിച്ചഴച്ചത് കൊണ്ട് എനിക്ക് ഇവിടെ ചിലതൊക്കെ ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ വിശ്വസിക്കുന്ന എന്റെ ഈ പ്രേക്ഷകരായാലും എന്റെ സഹോദരങ്ങളായാലും എന്റെ കുടുംബമായാലും എന്റെ നാട്ടുകാരായാലും ഇവരോട് എനിക്ക് മറുപടി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്രയെങ്കിലും പറയേണ്ടതുണ്ട്. ഇതാണ് യാഥാർത്ഥ്യം. ആരാണ് ഇവിടെ സത്യം പറയുന്നത്, ആരാണ് കള്ളം പറയുന്നതെന്ന് മാന്യ പ്രേക്ഷകർ തന്നെ ഇനി തീരുമാനിക്കുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.